ഇതുപോലൊരു ഗ്രന്ഥം ഉലകത്തിലില്ല. കാലത്തെ മുഴുവൻ മാറ്റിമറിച്ച, ചരിത്രത്തെ മുഴുവൻ സ്തംഭിപ്പിച്ച അത്ഭുതങ്ങളുടെ സമാഹാരമാണ് ഈ പുസ്തകമെങ്കിൽ നമുക്ക് വേണ്ടിയും പ്രവർത്തിക്കാൻ ഈ വചനത്തിന് ജീവനുണ്ട്. ഈ വചനം അതിൻ്റെ പ്രവൃത്തി ചെയ്യും. ആർക്കും തടയാൻ കഴിയാത്ത ആ പ്രവൃത്തിക്ക് നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആത്മാർത്ഥമായി ഇത് ആര് വിശ്വസിക്കും? ഏത് തടസ്സങ്ങളെയും അത് നീക്കും. ഈ ദൈവത്തിൻ്റെ വചനം നമുക്ക് അത്ഭുതമാണ്, അത് നമുക്ക് വിടുതലാണ്, അത് നമുക്ക് രോഗശാന്തിയാണ്, മാരക രോഗങ്ങളുടെ മീതെ ജയമാണ്. കാരണം നസ്രായനായ യേശുവിന്റെ രക്തത്താൽ വിലക്ക് വാങ്ങപ്പെട്ട നമുക്കൊരു കാര്യമറിയാം, അതും ഇതിലെ വാഗ്ദത്തം ജയമെടുക്കുവാൻ ദൈവമക്കൾ അടുത്ത് ചെല്ലണം, ദൈവകൃപ തൊട്ടാസ്വദിക്കണം. ഇന്ന് നമുക്കൊരു ദൈവവചന ഭാഗം കർത്താവിൻ്റെ പുനരാഗമനവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കാം. അത് ഐസ്യ ചാപ്റ്റർ 43, യെശയ്യ 43-ന്റെ 4-5 വാക്യങ്ങളാണ്. നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുകയാണ്. ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിന്റെ ജീവന് പകരം ജാതികളെയും കൊടുക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നിന്റെ സന്തതിയെ ഞാൻ കിഴക്കിൽ നിന്ന് വരുത്തുകയും പടിഞ്ഞാറ് നിന്ന് നിന്നെ ശേഖരിക്കുകയും ചെയ്യും. 6-ാം വാക്യം കൂടെ വായിച്ചോളൂ. ഞാൻ വടക്കിനോട് തരിക എന്നും തെക്കിനോട് തടുത്തു വെക്കരുതെന്നും കൽപ്പിക്കും. ദൂരത്തുനിന്ന് എന്റെ പുത്രന്മാരെയും ഭൂമിയുടെ അറ്റത്തുനിന്ന് എന്റെ പുത്രിമാരെയും എന്റെ നാമത്തിൽ വിളിച്ചു എന്റെ മഹത്വത്തിനായി സൃഷ്ടിച്ച് നിർമ്മിച്ചുണ്ടാക്കിയും ഇരിക്കുന്ന ഏവരെയും കൊണ്ടുവരിക എന്ന് ഞാൻ കൽപ്പിക്കും. അതെ, നമ്മൾ നല്ലൊരു വചനമാണ് വായിച്ചത്. തമിഴിലും അല്ല, ഞാൻ അതിനെ ശ്രദ്ധിച്ച് വ്യത്യാസം ഉണ്ടാകും. ഇവിടെ പറഞ്ഞത്, ഞാൻ നിന്റെ സന്തതിയെ ഞാൻ തരികയെന്ന്, ഞാൻ പടിഞ്ഞാറ് 5-ാം വാക്യത്തിൽ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ നിന്റെ സന്തതിയെ കിഴക്ക് നിന്ന് വരുത്തും, പടിഞ്ഞാറ് നിന്ന് ശേഖരിക്കും. ഞാൻ വടക്കിനോട് പറയും തരിക, തെക്കിനോട് പറയും തടുത്ത് നിർത്തരുത്, വെക്കരുത്. ഇത് കേട്ടിട്ടുണ്ടാവും ഈ വാക്യം. ഇത് കൊള്ളും ഈ പ്രവാചകന്മാർ പറഞ്ഞാൽ ഞാനും കേട്ടിട്ടുള്ളത് ഈ വാക്യം. അപ്പോൾ ഇതെല്ലാം നമുക്ക് പണവുമായി ബന്ധപ്പെട്ടാണ് കേട്ടേക്കുന്നത്. കിഴക്കുനിന്നും പടിഞ്ഞാറുനിന്നും എല്ലാം നമുക്ക് കാശ് കിട്ടുമെന്നായി കേട്ടേക്കുന്നത് അല്ലേ. നമ്മുടെ നന്മയെല്ലാം കിഴക്ക് തടുത്ത് വെച്ചിരിക്കുന്നു, പടിഞ്ഞാറ് വെച്ചിരിക്കുന്നു, ഇതെല്ലാം ഇനി വരും. ഇതാണ് കേട്ടിരിക്കുന്നത് അല്ലേ. ചില വാക്യങ്ങളൊക്കെ നമുക്ക് ഭൗതിക അനുഗ്രഹം തോന്നുമെങ്കിലും ഇത് ഭൗതിക അനുഗ്രഹമായിട്ട് ഒരു ബന്ധമില്ല ഈ വാക്യത്തിൽ. ഇപ്പം ഈ പശ്ചാത്തലം നമുക്കൊന്ന് ഗ്രഹിച്ചു പോകണം. ഇതൊരു പ്രവചന ഭാഗമാണ്, അതിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ യഹൂദയിലാണ് ജനിക്കുന്നത്. യഹൂദയിലെ ബേദലഹേമിൽ ജനിച്ച് നസ്രത്തിൽ വളർന്ന് ഗലീലിലെങ്ങും പ്രവർത്തന മേഖലയാക്കി 33.5 കൊല്ലം നമുക്കൊപ്പം. ഈ 33.5 കൊല്ലങ്ങളിൽ 3.5 കൊല്ലം മാത്രമാണ് പ്രസംഗിച്ചത്. 3.5 കൊല്ലം. ഈ 3.5 കൊല്ലങ്ങളുടെ കലണ്ടർ ചന്ദ്രപഞ്ചാംഗമാണ്. ചന്ദ്രനാണ് മാനദണ്ഡം, സൂര്യനല്ല. നമുക്കിന്ന് സൂര്യനാണ് കലണ്ടറിൻ്റെ ആധാരം. ഇവിടെ ഈ തേങ്ങാപ്പൂളും ഇതൊക്കെ വെച്ചിട്ടുണ്ടല്ലോ അല്ലേ, പച്ചക്കകത്തൊരു തേങ്ങാപ്പൂള്. അപ്പോൾ ആ ഡേറ്റും ഒക്കെ കൃത്യം ഒത്തു വരുന്നത് അങ്ങനെ ഇവർ ക്രമപ്പെടുത്തിയേക്കുന്നുണ്ടാ. മനസ്സിലായില്ലേ? കാരണം ചന്ദ്രനാണ് പണ്ട് അതും ബൈബിൾ അടിസ്ഥാനം, ഇവിടെ ഒന്നുമല്ല. അവൻ കാലനിർണയത്തിനായി ചന്ദ്രനെ നിയമിച്ചു. ഇതനുസരിച്ച് 360 ഡേയ്സാണ് ഒരു വർഷം. 360 ഡിഗ്രിയിലാണ് ഒരു റൗണ്ടൊക്കെ വരുന്നത്. അതിനെ അങ്ങനെയൊക്കെ പറയാമല്ലോ. ഇത് 90 ഡിഗ്രി 360 എന്നൊക്കെ പറയുന്ന കോഡുമായി ബന്ധപ്പെട്ടൊരു പഠനം കൂടാണ്. ഒത്തിരി സയൻറ്റിഫിക്കലാണ്. അപ്പോൾ ഈ ദിനങ്ങളെ എണ്ണി നോക്കി അവധി ദിനങ്ങളുമൊക്കെ മാറ്റി യേശു ആകെ പ്രസംഗിച്ചു എന്ന് കരുതുന്നത് 1000-ൽ പരം ദിവസങ്ങൾ മാത്രം. അത്രയും ദിവസമുള്ളൂ. പ്രസംഗത്തിൻ്റെ എണ്ണമെടുത്താലും 100 കണക്കിനൊന്നുമില്ല, അത്ര ഒന്നുമില്ല. വേണേ കൂട്ടാം.
അപ്പോൾ യേശു പ്രസംഗിച്ച ഭാഷ അരമായിക്കാണ്. അരമായിക്കെന്നോ പറയാവുന്നൊരു ഭാഷ. യേശുവിൻ്റെ കേൾവിക്കാരാകട്ടെ ജൂതന്മാരിലെ ഒരു സമൂഹം. കുറച്ചു മാത്രം പ്രസംഗിച്ചു, കുറച്ച് നാൾ മാത്രം പ്രസംഗിച്ചു, ചെറിയൊരു സമൂഹത്തോട് പ്രസംഗിച്ചു. ആയിരക്കണക്കിന് ആളുണ്ട്, പക്ഷെ മൊത്തത്തിൽ പോപ്പുലേഷൻ എടുത്താൽ ഒരു ചെറിയ കമ്മ്യൂണിറ്റിയോട്, എണ്ണവും കുറവാണ്. അപ്പം ഞങ്ങളൊക്കെ ചിലപ്പോൾ പറയാറുണ്ട്, ഇത്ര പ്രസംഗം കഴിഞ്ഞു. യേശു അത്രയൊന്നും പ്രസംഗിച്ചിട്ടില്ല. എല്ലാത്തിലും ഇവർ യേശു ഒരു വിദേശ രാജ്യത്തും പോയിട്ടില്ല. പോയത് ചെറുപ്പത്തിൽ ഈജിപ്തിൽ രക്ഷപ്പെടാൻ വേണ്ടി കൊണ്ടുപോയി. ഒരു രാജ്യത്തും പോയിട്ടില്ല. അന്നേരം നമ്മളെപ്പോലൊക്കെ എവിടെയും പോയിട്ട് വന്നിട്ട് പറയും, ഞാൻ ടെക്സാസിലായിരുന്നപ്പോൾ ഞാൻ ഒക്ലഹോമയിൽ വന്ന് നിൽക്കുമ്പോൾ ട്രംപ് അപ്പുറത്തുനിന്ന് ചായ കുടിക്കുന്നു. ഇങ്ങനെ ഒന്നും പറയാൻ ഒരു പശ്ചാത്തലവും ഇല്ല, അവിടം വിട്ട് പോയിട്ടുമില്ല. യേശു ഒരു പാട്ടും എഴുതിയിട്ടില്ല, ഒരു പുസ്തകം എഴുതിയിട്ടില്ല, ഒരു ബിൽഡിങ് പണിതില്ല, ഒരു പള്ളി കെട്ടിപ്പൊക്കിയില്ല, ഇതൊന്നും ചെയ്തിട്ടില്ല. സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കിയില്ല. അപ്പോൾ ഒരു പാട്ടെഴുതാത്തവനെ പറ്റിയാണ് ഏറ്റവും അധികം പാട്ട്. ഇനി പിറക്കാനിരിക്കുന്ന പാട്ടുകളും അവനെക്കുറിച്ചാണ്. ആ റെക്കോർഡൊന്നും ചരിത്രത്തിലൊരുത്തനും ഭേദിക്കുകയില്ല. ഒരു ഗ്രന്ഥവും എഴുതാത്തവനെ കുറിച്ചാ ലോകത്തേറ്റവും അധികം ഗ്രന്ഥം. ഒരു ഗ്രന്ഥം എഴുതിയിട്ടില്ല. ഹല്ലേലൂയ. നാട് വിട്ട് പുറത്തിറങ്ങാത്തവനെ പറ്റിയ ലോകം മുഴുവൻ പ്രാർത്ഥിക്കുന്നത്, ആരാധിക്കുന്നത്, ഉലകം മുഴുവൻ ആരാധിക്കുന്നത് ആ മഹത്തരമായ നാമത്തെയാണ്. സ്തോത്രം. അതുകൊണ്ട് ഇത് നമ്മൾ മാത്രമല്ല, അക്രൈസ്തവർ, ഹിന്ദുക്കളും ഒക്കെ ബൈബിൾ വായിക്കുന്നവരാണ്. കേരള നിയമസഭ വന്നാൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ ഇനി MLA മാരെല്ലാം ബൈബിളിൽ ഒരു വാക്യം എടുക്കുന്നത്. അതെല്ലാം ഹിന്ദുക്കളാണ് മിക്കവാറും. അറിയാത്തത് ക്രിസ്ത്യാനിക്ക്, അതാ രസം. അതാ പറഞ്ഞാൽ തെറ്റിക്കും. സ്വരാജൊക്കെ പറഞ്ഞാൽ കറക്റ്റാണ്, മാണിസാർ പറയുമ്പോൾ തെറ്റിപ്പോവാം. എന്തെങ്കിലുമൊക്കെ അതും വിളിച്ചു പറയും. VS ഒക്കെ പറയുന്നത് വെട്ടാനാണെങ്കിലും ആ വാക്യം ഉപയോഗിക്കുന്ന ശൈലി ഭയങ്കരമാണ്. ചാകാത്ത പുഴുവും കേടാത്ത തീയുള്ള നരകത്തിലാണല്ലോ മാണി പോകുന്നതൊക്കെയാണ് പ്രസംഗിക്കുന്നത്. അപ്പോൾ ഇതെന്താ കാര്യം? ബൈബിൾ അത്ര ആളുകൾക്ക് വായിക്കാൻ പറ്റുന്ന സ്വാധീനതയുള്ള പുസ്തകമാണ്. മാത്രമല്ല, ഇപ്പം ഞാൻ നിങ്ങൾ ചോദിക്കുന്ന ചെറിയ ചോദ്യത്തിനൊക്കെ ഉത്തരം പറയാൻ പറ്റിയേക്കാം. പക്ഷേ ഇത് അങ്ങനെ ഒരു സ്കോളറൊന്നും വേണ്ട. ഈ പദം പറയാൻ തെറ്റിദ്ധരിക്കരുത്. എനി ഫൂൾ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഹോളി സ്ക്രിപ്ചർ. നമുക്ക് അങ്ങനെ അങ്ങ് സമ്മതിച്ചേക്കാം. ഏത് വിഡ്ഢിക്കും മനസ്സിലാവുക. ഹല്ലേലൂയ. നമ്മളാരും ജ്ഞാനികളല്ലെന്നേ സമ്മതിച്ചട്ടെ. ഹല്ലേലൂയ. ഏത് വിഡ്ഢിക്കും പിടികിട്ടും യേശുക്രിസ്തു ആരാണ്. ഹല്ലേലൂയ. നമ്മൾ ബുദ്ധിമാന്മാരായതല്ല ഇവിടെ വന്നത്. ഒന്നും കഴിയില്ല. അതുകൊണ്ട് കർത്താവ് നമ്മളെ ഇതൊക്കെ പഠിപ്പിച്ചതാ. സ്തോത്രം. അപ്പോൾ യേശുവിൻ്റെ പഠിപ്പിക്കലിൽ 2-3 ശൈലികളുണ്ട്. ടീച്ചിങ്, പ്രീച്ചിങ് ആൻഡ് പെർഫോമിങ് മിറാക്കിൾ. ടീച്ചിങ് ഉണ്ട്, പ്രീച്ചിങ് ഉണ്ട്, മിറാക്കിൾ പെർഫോം ചെയ്യുക, അല്ലെ ഹീലിംഗ് എന്ന് വേണേൽ പറയാം. ഈ കർത്താവ് ഇതൊക്കെ ചെയ്തിട്ട് പ്രധാനപ്പെട്ടൊരു വിഷയത്തെ ഊന്നൽ നൽകി പ്രസംഗിച്ചു. എൻ്റെ രാജ്യം വരുന്നു. നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോഴും ഇതേ കാര്യം പറഞ്ഞു. നിൻ്റെ രാജ്യം വരണമേ. സ്തോത്രം. എൻ്റെ രാജ്യം ഇവിടെ വരണം. നിൻ്റെ രാജ്യം വരണമേ. എന്നിട്ട് ഒന്നുകൂടി പറഞ്ഞു, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണം. പിന്നെ നമുക്ക് തെറ്റുകൾ ക്ഷമിക്കാൻ മാത്രം ഒരു ചെറിയ കുരു കിട്ടും. ചുമ്മാ നമ്മുടെ തെറ്റ് ക്ഷമിക്കുകയല്ല. എത്ര കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചാലും നമ്മുടെ കുറ്റവും പാവവും ക്ഷമിക്കുകയല്ല. ഒരു ചെറിയ കുരുക്കൊണ്ടത് പരിഹരിച്ച് വരണം. നിങ്ങളുടെ തെറ്റുകാരോട് നിങ്ങൾ ക്ഷമിച്ചതുപോലെ ഞാൻ നിങ്ങളോട് ക്ഷമിക്കത്തുള്ളൂ. മനസ്സിലായില്ലേ? ഞങ്ങൾ രണ്ടൊരു പ്രശ്നമുണ്ട്. ഞങ്ങളിവിടെ ഭയങ്കര പ്രശ്നമായിട്ട്
ഞാനിവിടെ ഒന്ന് പ്രാർത്ഥിച്ചാൽ കേൾക്കുകയില്ല. അന്നേരം പറയും, മോനെ നീയുമായിട്ട് എനിക്കൊരു വിഷയമില്ല, ശിവു ബ്രദറുമായിട്ട് എൻ്റെ വിഷയമില്ലേ, നിങ്ങൾ പോയി തീർത്ത് വെച്ച് ഇങ്ങ് വാ. അപ്പോഴേ തീർന്നു. ഇങ്ങനെ ഞാൻ പോയി ശിവു ബ്രദറിൻ്റെ മുമ്പിൽ തലകുനിച്ച് നിന്ന് എൻ്റെ പാപം ഏറ്റു പറയുമ്പോൾ എൻ്റെ ഈഗോ എല്ലാം അവിടെ ഒരു തീരും. ഹല്ലേലൂയ. അങ്ങനെ അവിടെ നമ്മളെ ചെറുതാക്കി സമൂഹത്തിൽ വലുതാക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മളെ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയുടെ ആ മർമ്മം എന്ന് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അത് നമുക്കൊരു വലിയ മാനസിക സുഖമാണേ. ഒരു തെറ്റ് പറ്റിയെങ്കിൽ സോറി പറഞ്ഞു ഹൃദയംഗമായി ക്ഷമ ചോദിച്ചു കഴിയുമ്പോൾ നമ്മൾ റിലാക്സ്ഡായി. അത് കുടുംബത്തിലാണെങ്കിലും ഭാര്യയോടാണെങ്കിലും ഭർത്താവിനോടാണെങ്കിലും തെറ്റുപറ്റെങ്കിൽ ഹൃദയം തുറന്ന് തെറ്റുപറ്റിയെന്ന് പറയുമ്പോൾ കിട്ടുന്ന ആ റിലാക്സേഷൻ ഭയങ്കര. ഇത് പറയാത്തതാ ആ കുടുംബത്തിൽ നിന്ന് ഇരുട്ട് പോകാത്ത. ഞങ്ങൾക്കൊരു ദുഃഖം പോലെ പറഞ്ഞപ്പോൾ അല്ലേ, അവിടെ എല്ലാം വരെ കുഴപ്പമില്ലായിരുന്നു, ഇവിടെ വന്നപ്പോൾ അത് പൊളിഞ്ഞു പോയല്ലേ. നമുക്കൊന്നും പറ്റാത്തൊരു കാര്യം അതല്ലേ. സ്തോത്രം. ഞങ്ങളുടെ നാട്ടിലൊരു ബാങ്ക് മാനേജർ വിശ്വാസിയുണ്ട്. ഞാനവരുടെ വീട്ടിലേക്ക് ഒരു ദിവസം ചെല്ലുമ്പോൾ ഈ സാറും ഭാര്യയുടെ ഭയങ്കര അത്യാവശ്യം കുടുംബത്തിലെ വഴക്കാണ്. ഒക്കെ വീട്ടിലെ ചെറിയ കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പം നമ്മളത് ചെന്നും പോയി. ഞാൻ കേട്ടുകൊണ്ട് ചെല്ലുന്നത്, ഞാൻ 3 കല്യാണം നടത്തി എൻ്റെ ഈ ചെറിയ വരുമാനത്തിൽ നിന്ന്. എനിക്ക് 2 പെങ്ങന്മാരേ ഉള്ളൂ, അവരെ കെട്ടിച്ചു വിട്ടു. അപ്പോൾ ഈ സഹോദരി ചോദിക്കുക, അതെങ്ങനെ 3 കല്യാണം? ഒന്ന് നിൻ്റെ കല്യാണം. ഭാര്യയുടെ നിന്നെ ആര് കെട്ടാനായിരുന്നു? നിൻ്റെ കല്യാണം കൂടെ ഞാൻ നടത്തിയിരുന്നു, കാശ് മുടക്കി. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന മനുഷ്യരുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നല്ലേ. ഞാനും ചെന്നതിനകത്ത് പെട്ടുപോയി. കാരണം ചിലരെ നമുക്ക് തിരുത്താൻ ഭയങ്കര പാടാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ കർത്താവ് പഠിപ്പിച്ചു, ഇങ്ങനെ ക്ഷമിച്ചിട്ടുണ്ട്. ഇതുപോലൊന്നും പഠിപ്പിച്ചൊരു ഗുരുവില്ല. ഇവിടെയാണ് ഞങ്ങളെപ്പോഴും പറയുന്നത്, നമ്മുടെ കർത്താവ് ജീവിച്ച പോലെ ലോകത്തേത് രാജ്യത്തും ജീവിക്കാം. സൗദി അറേബ്യ ജീവിക്കാം, ഒരു കുഴപ്പമില്ല. കർത്താവ് ചെയ്യും. നമുക്ക് പറ്റാത്തതാണ് നമ്മുടെ പ്രശ്നം. പക്ഷെ നമ്മൾ ഈ മഹാരഥന്മാരെന്നൊക്കെ ഈ നാട്ടുകാർ പറയുന്ന ആളിൻ്റെ ജീവിച്ച പോലെ ഇവിടെ പോലും ജീവിക്കാൻ പറ്റിയല്ല, അകത്ത് പോകും. നാട്ടുകാർ പോയി വെക്കും. നാട്ടിലൊക്കെ ആണെങ്കിൽ ഇവിടെയാണ് യേശുവിൻ്റെ മഹത്വം. അതിനെ നമ്മൾ പറയുന്നത്, അവന് തുല്യനായി ഒരുവനുമില്ല. ഹല്ലേലൂയ. നമ്മൾ വിശ്വസിക്കുന്ന കർത്താവിന് തുല്യനായി ഒരുവനുമില്ലെന്ന്. സ്തോത്രം. നമ്മൾ ഈ ജീവകാലം മുഴുവൻ തമ്പുരാന് കൊടുത്ത സ്തുതിയും സ്തോത്രവും പാട്ടും പ്രസംഗമൊന്നും വലിയ ക്വാളിറ്റി ഉള്ളതല്ല ആണോ? പക്ഷെ അവൻ കൈപ്പറ്റി. ഒറ്റ കാരണം, നമ്മളോടുള്ള സ്നേഹം. എൻ്റെ പാട്ടും എൻ്റെ പ്രാർത്ഥനയും എൻ്റെ സ്തോത്ര കാഴ്ചയും എൻ്റെ കയ്യടിയും എൻ്റെ പ്രസംഗമൊന്നും ക്വാളിറ്റി ഉള്ളതല്ല. പക്ഷെ ഒരു വെറുപ്പും പറയാതെ കൊടുത്തത് ഞാനായതുകൊണ്ട് കൈപ്പറ്റിയ സ്നേഹമാണ് ക്രിസ്തു. ഹല്ലേലൂയ. ആ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നിറയട്ടെ. ഹല്ലേലൂയ. കുറെ കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി കാന്തൻ്റെ ഇഷ്ടം. കാന്തൻ്റെ ഇഷ്ടത്തിലേക്കുള്ള നമ്മുടെ ചുവടുവെപ്പിൻ്റെ പേരാണ് ക്രിസ്ത്യൻ ലൈഫ്. അങ്ങനെ എൻജോയ് ചെയ്യണം അല്ലേ? അത് മാത്രം പോരാ, എൻ്റെ പരിമിതിയിലേക്ക് കാന്തൻ താഴേക്ക് ഇറങ്ങി 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 വന്നു. അതിൻ്റെ പേരാ ദൈവ സാന്നിധ്യം. കുറവുള്ള എന്നിലേക്ക്, അപാകതയുള്ള എന്നിലേക്ക്, പരിമിതിയുള്ള എന്നിലേക്ക് താഴേക്ക് ഇറങ്ങി വന്ന് ദൈവരാജ്യത്തെ നമ്മുടെ ഇടയിൽ സ്ഥാപിക്കലാണ്. അത് നമ്മൾ പറഞ്ഞു, നിൻ്റെ സാന്നിധ്യം വരണം. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ അങ്ങനെ കർത്താവ് 33.5 കൊല്ലം ശിഷ്യന്മാരുടെ കൂടെ. അതായത് ഇത് തിരിച്ചറിഞ്ഞ യോഹന്നാനൊക്കെ യേശുവിനെ മറ്റാർക്കും വിട്ടുകൊടുക്കാതെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടോ? ഞങ്ങളിവിടെ നിന്നൊക്കെ നാട്ടിൽ ചെല്ലുമ്പോൾ, നാട്ടിൽ വരുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ട്, അവർ കെട്ടിപ്പിടിച്ച് എങ്ങോട്ടും വിടാതിരുന്നിപ്പോൾ ആർക്കും കൊടുക്കുകയില്ല നമ്മൾ അല്ലേ. മൂത്തയാളൊക്കെ വന്ന് ഇങ്ങനെ നിൽക്കുക, ഒന്ന് അടുത്ത് വരാൻ. പക്ഷേ ഇളയ കക്ഷി സമ്മതിക്കുക. എന്ത് ചെയ്യുക? എൻ്റെ പപ്പായ എൻ്റെ മമ്മിയെ ഒറ്റ പിടി അങ്ങോട്ട് പിടിച്ചാൽ അനങ്ങാൻ പറ്റില്ല. ഇതുപോലെ യോഹന്നാൻ ഒറ്റ പിടി കർത്താവിനെ അങ്ങനെ ഒട്ടി നിൽക്കുക. അന്ന് ഒരു പേര് യോഹന്നാനും കിട്ടി. യോഹന്നാൻ തന്നെ തന്നെ പരിചയപ്പെടുന്ന എങ്ങനെയാണെന്ന് അറിയണ്ടേ? യേശു സ്നേഹിച്ച ശിഷ്യൻ. സത്യത്തിൽ യേശുവിൻ്റെ അനിയനാണ്. അനിയനല്ലേ? ശലോമിയുടെ മകനാ.
സബദീ പുത്രനാ, മറിയുടെ അനിയത്തിയുടെ മകനാ. ജീവിതത്തിൽ ഒരിക്കലും പറഞ്ഞില്ലിത്. പറയുന്നൊക്കെ എങ്ങനെ? യേശു സ്നേഹിച്ച ശിഷ്യൻ. കാരണം ആ ഹൃദയസ്പന്ദനം തൊട്ടടുത്തിരുന്ന് ആസ്വദിച്ചവനാണ്. ഹല്ലേലൂയ. അപ്പോൾ ഈ യേശു കർത്താവ് നമ്മളെ വിട്ട് പിരിയാൻ തുടങ്ങുന്ന സമയം, ശിഷ്യന്മാരെ, വാസ്തവത്തിൽ മനുഷ്യവീക്ഷണത്തിൽ അതൊരസമയത്തായിരുന്നു. എന്താ കാര്യം? നമ്മുടെ റീജിയൻ്റെ ചുമതലയുള്ള ദിവസം കൂടാണല്ലോ. പാസ്റ്റർമാർക്കൊക്കെ മാറ്റം വെക്കുമ്പോൾ ചിലരെ പെട്ടെന്നെടുത്ത് അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ആ ചർച്ച് ഡിസോർഡർ ആവും അല്ലേ? അപ്പോൾ ചില ആൾ, കാരണം അടുത്ത് വരുന്ന ഒരാളിന് ആ ജന്മം കൊടുത്ത ആളിൻ്റെ അത്തരത്തിൽ കെയർ വിശ്വാസിക്ക് കിട്ടിയില്ലെന്ന് വരാം. അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? അതൊരു വസ്തുതയാണ്, പറയാതിരിക്കാൻ തരമില്ല. കണ്ട ചില ആളുകൾ തന്നെ പുതിയൊരു പാസ്റ്റർ ചിലപ്പോഴൊക്കെ നാട്ടിൽ ചാർജ് എടുത്തൊന്നും ഇവിടെ അത് അങ്ങനൊന്നും ഇല്ലായിരിക്കാം. നാട്ടിൽ വരുമ്പം ആദ്യ ദിവസം തന്നെ പുള്ളി അദ്ദേഹത്തിൻ്റെ പോളിസികളെല്ലാം നമ്മോട് പറയുക അല്ലേ? ഞാനിങ്ങനെയാണ്, അങ്ങനെയാണ്. അതിൻ്റെ അർത്ഥം മുമ്പിരുന്നവനേക്കാൾ ഞാൻ ഇച്ചിരി ശ്രേഷ്ഠനാണെന്ന് നിങ്ങൾ കണ്ടോണോ? അതായി പറഞ്ഞു വരുന്നത്. അത് അദ്ദേഹത്തിൻ്റെ മാത്രം കുറ്റമല്ല. എല്ലാ ആളുകളും മറ്റൊരുത്തിനെ ചവിട്ടി സ്വന്തം ഐഡൻറ്റിറ്റി ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കും. എക്സാമ്പിൾ, ഇപ്പം നേഴ്സുമാരില്ലേ, നിങ്ങളിങ്ങനെ ട്രിപ്പ് ഇട്ടു, ഇവിടെയൊക്കെ ഉണ്ടോയെന്നറിയില്ല പരിപാടി, ഡോക്ടറാണോ നിങ്ങൾ തന്നെയാണോ? അപ്പോൾ ഇത് വൾജ് ചെയ്യുകയോ എല്ലാം ചെയ്തു. ഈ വരുന്ന ആൾ ആദ്യം ചോദിക്കുന്നത്, ഇതാരാ ഇതിട്ടെ? മേസ്തിരി ആദ്യം ചോദിക്കുന്നറിയോ, ആരായി തറ കെട്ടിയ? എൻ്റെ അർത്ഥം ഇവൻ ഭിത്തി കെട്ടിയാൽ എന്തെങ്കിലും കുഴപ്പം വന്നാൽ ആരാ ഉത്തരവാദി? തറ കെട്ടിയവൻ. ഭിത്തി കെട്ടിയവൻ ചോദിക്കുന്നതെന്ന് അറിയണ്ടേ? ഭിത്തിയെല്ലാം കെട്ടിക്കഴിഞ്ഞ് തേക്കാൻ വരുന്നു ചോദിക്കുന്നത്, ഇതാരാ ഈ ഭിത്തി കെട്ടി? ഇവൻ ഇതുവല്ല അറിയേണ്ട കാര്യമുണ്ട്, അവൻ തേച്ചു പോയാൽ പോരെ. കിട്ടിയോ? പാട്ട് പാടുന്ന വഴിക്ക് ഉദ്ദേശിക്കുന്ന വ്യക്തി പെർഫോമൻസ് ഇല്ലേ, ഇവിടെ ഇരിക്കുന്ന ആളിങ്ങനെ ഇവരെ ഇങ്ങനെ കാണിക്കുക, ഇങ്ങനെ ചെയ്തോളാം. എൻ്റെ അർത്ഥം എൻ്റെ കുഴപ്പമല്ല, മൈക്കാരൻ്റെ കുഴപ്പമാണ്. ഒരാളെ വെട്ടിയാണ് മറ്റൊരാൾ നിൽക്കുന്നത്. ഞങ്ങളിങ്ങനെ ചോദിക്കും, ഇന്നലെ ആരാ പ്രസംഗിച്ചേ? അതിന്നാരാ. മുമ്പ് ഇവിടെ ആരാ ഇരുന്നേ? അതിന്നാളാ. വേറൊന്നും പറയത്തില്ല, പക്ഷെ പറയാതൊരു പറച്ചില്ല അതിനകത്തൂടെ അല്ലേ? അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മുമ്പിരുന്നവനെ വെട്ടി സ്ഥാപിക്കലാണ് നമ്മുടെ സമൂഹത്തിലെല്ലാം നിൽക്കുന്നില്ലേ? അപ്പോൾ കർത്താവ് ശിഷ്യന്മാരെ ഇങ്ങനെ പഠിപ്പിച്ചിട്ട് അസമയത്ത് പിരിയുന്ന പോലെ ഒരു ദിവസം പറയുക, ഞാൻ നിങ്ങളെ വെട്ടി പിരിയുക. പ്രസംഗം കൊണ്ട് പറഞ്ഞു തിരിയും. പത്രോസ് ഇങ്ങോട്ട് വന്നിട്ട് പ്രസംഗം പറഞ്ഞ കർത്താവിനെ വിളിച്ചു, ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഇത്ര നാൾ ശിഷ്യന്മാരെ ഗുരു ഇങ്ങനെ വിളിക്കുന്ന ഈ വിളി കണ്ട് കർത്താവ് അങ്ങ് ചെന്നുപോയി. പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു, നിനക്കങ്ങനെ സംഭവിക്കരുത്, ഞാൻ സമ്മതിക്കുകയില്ല, നീ ഇപ്പോൾ പോയാൽ ശരിയാകത്തില്ലെന്ന് പറഞ്ഞു. കണ്ടോ അവൻ്റെ വെളിവ് കണ്ടില്ല. എന്നാ ഗുരുവിനോട് പറയാം ഞാനൊന്നും പറ്റിയില്ലെന്ന്, ഗുരുവിനോട് പറയാം ഇവിടെ നടക്കുകയില്ലെന്ന്. സ്തോത്രം. അവസാനം കർത്താവ് പറഞ്ഞു, എൻ്റെ നാഴിക വന്നല്ലേ? നാഴിക വന്നു. ഇപ്പോൾ ഒന്ന് മനസ്സിലായോ? അവരുടെ കുഴപ്പമില്ല, ശിഷ്യന്മാരുടെ കുഴപ്പമില്ല. യേശു പിരിയുമ്പോൾ അവർക്കൊത്തുകൂടാനൊരു സ്ഥലമില്ല. അവർക്ക് സ്വന്തം ലെറ്റർ ഹെഡും ഹെഡ് ക്വാർട്ടറും സീലും രജിസ്ട്രേഷനും ഒരു നടപടിക്രമവും ഇല്ല. പോയി കഴിഞ്ഞാൽ യേശുവിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റിയ ഒരാളും ഇല്ല. ഒരു ഡിസോർഡർ കമ്മ്യൂണിറ്റി, ഒരറിവും പ്രാപ്തിയില്ലാത്ത ആളുകൾ. ഇനി ട്രഷാറുടെ കാര്യം എടുത്താൽ അതും വലിയ കഷ്ടം. ആരാ? യൂദ. അതും വലിയ കഷ്ടം. ഇങ്ങനൊരു സ്ഥാപനത്തെ അനാഥമാക്കി ഇട്ടിട്ട് പോകുന്ന പോലെ അവർക്ക് തോന്നി. ഇത് അവർക്ക് മാത്രമല്ല, ജൂതന്മാർക്കും തോന്നി. ക്രൂശിക്കുന്നതോടെ തീർന്നു. പക്ഷെ കർത്താവ് ഒരു കാര്യം പറഞ്ഞു, ഞാൻ പോയ ശേഷം എ മാസ്റ്റർ ടീച്ചർ വിൽ കം. അപ്പം ഇന്ന് നമ്മൾ കർത്താവ് ഇല്ലെന്നുള്ള ചിന്തയിലല്ല ഇരിക്കേണ്ടത്, റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ഒരാൾ.
വളരെ കർശനമുള്ള വെൽ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു മാസ്റ്റർ നമ്മുടെ മധ്യത്തിലുള്ളത് കൊണ്ടാ 2000 ആണ്ടായി ഈ തിരുസഭ ഇങ്ങനെ നിൽക്കാൻ കാരണം എന്താ? ആ വഴിതെറ്റി പോകുമ്പോഴൊക്കെ നമ്മെ നേരെ നിർത്താൻ കഴിയുന്ന കൃത്യനിഷ്ഠയുള്ള ഒരു മാസ്റ്റർ ഉണ്ട് നമുക്ക്. അദൃശ്യനാണ് അവൻ. എല്ലായിടത്തും ഒരുപോലെ പ്രവർത്തിക്കാൻ കഴിയുന്ന ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മ സാന്നിധ്യത്തില് നമ്മൾ ഇന്ന് കേൾക്കുന്ന വചനം. അങ്ങനെ കർത്താവ് ഈ മരിക്കുന്നതിൻ്റെ ചില ആഴ്ചകൾക്കപ്പുറത്ത് ജെറുസലേമിലേക്ക് ഒന്ന് ചെന്നു. ജെറുസലേമിൽ ചെന്ന് ഇപ്പം ജെറുസലേമിനെ കുറിച്ച് കൂടെ ഒന്ന് മനസ്സിലാക്കണം. ജെറുസലേം എന്ന് പറയുന്നത് 5 മലകളാണ്. 5 മല. അത് ഈ മൊട്ടക്കുന്നുകളാണ്. ചെറിയ ചെറിയ മലയാണ്. അങ്ങനെ പണ്ടങ്ങനല്ലായിരുന്നു. ഈ മണ്ണ് വീണും ഇത് ഉയർന്നുയർന്ന് അങ്ങനെയാണ്. ഇന്ന് നമ്മൾ എന്നാൽ 5 മലയൊന്നും കാണത്തില്ല, 4 എണ്ണം കാണാം. ഒരു മല ആരും പ്രാർത്ഥിച്ച് മാറ്റിയൊന്നുമല്ല, ഈ 4 എണ്ണത്തിൻ്റെ അകത്തായിപ്പോയി. അതിനകത്ത് നമ്മൾ ചില ഗ്രൂപ്പ് ഫോട്ടോയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് പെട്ടുപോകില്ലേ എന്ന് പറഞ്ഞ പോലെ എന്ന് പറഞ്ഞാൽ ഇതിനകത്തായിപ്പോയി. എവിടാ? നടുക്കായിപ്പോയി. ചിലപ്പോൾ നമ്മൾ ഈ 4ാമത്തെ മല തിരക്കുന്ന ആ മലയിൽ നിന്നുകൊണ്ടായിരിക്കും തിരക്കുന്നത്. ഇത് എവിടാ കാണാൻ പറ്റുമോ? ഇല്ല. ആ മലകളെല്ലാം മുട്ടി ഒരുമി നിൽക്കുക. അതിലൊന്നാണ് യബൂസ്യനായ ഓർനാൻ്റെ കളം. ഓർനാൻ ദ ജബൂസൈറ്റ്, ദ ഫീൽഡ് ഓഫ് ഓർനാൻ ദ ജബൂസൈറ്റ്. യബൂസ്യനായ ഓർനാൻ്റെ കളം. ഇത് ഉള്ളൊരല്പം കട്ടി പറയാം, ബാക്കിയൊക്കെ നിങ്ങൾക്കറിയാം. സെക്കൻഡ് വൺ മോറിയയാണ്. മോറിയ അറിയാമല്ലോ. ഇനി ഒന്ന് ഉത്തരഗിരിയായ സയോൺ, ഉയരം കൊണ്ടും മനോഹരവും സർവഭൂമിയുടെ ആനന്ദം മനോഹരമായ സിയോൻ. ഇനിയുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കാൽവരി എന്ന ഗോൽഗോഥ. ഈ ഗോൽഗോഥ കാൽവരി എന്നൊക്കെ പറഞ്ഞാൽ ഒരു 20 അടിയിൽ കൂടുതലില്ല. ഇത് 10 അല്ലേ? 10 അല്ല, അല്പം കൂടെ കാണും. 10 കൂട്ടിക്കോ. ഇതിൻ്റെ അത്രയും കൂടെ ഉയരമുള്ളൂ. അത്ര ഒരു മുട്ടക്കുന്ന. മനസ്സിലായോ? അത്ര ചെറിയൊരു കുന്ന്. ഞാനിത് പറഞ്ഞത് സഹോദരന്മാർക്ക് വേണ്ടിയല്ല, ഈ ഒരു കാര്യം നിങ്ങൾക്ക് വേണ്ടിയാണ്. ഈ മല ചെറുതാന്ന് പറയാൻ കാരണം ഈ സഹോദരിമാരാ കൂടുതൽ പ്രാർത്ഥിക്കുമ്പം ഈ ഗോൽഗോഥ കാൽവരി എന്നൊക്കെ പറയേണ്ടതിന് പകരം ഗോൽഗോഥ എന്ന് പറഞ്ഞോളെ. വല്ലാത്തൊരു വൈബ്രേഷൻ. കാൽവറി എന്ന് പറയാം. അതിൻ്റെ ആവശ്യമില്ല, കാരണം മല ചെറുതാണ്, അതുകൊണ്ട് പറഞ്ഞു. ഇത്രയും കൂടെ നമ്മളിങ്ങനെ ക്ഷീണിക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ? വലിയ മലയാണേ പോട്ടെ. ഈ തമിഴ്നാടും കേരളവും ഒക്കെ കണ്ട നമ്മൾ, സഹ്യപർവ്വതം കണ്ട നമ്മൾ സഹ്യ പർവ്വതമൊന്നും പറയത്തില്ല. അപ്പോൾ പിന്നെ നമ്മുടെ നാട്ടിലില്ലാത്തൊരു വില ഇനി കൊടുക്കണോ? മുട്ടക്കൊന്നു, അത്രേ ഉള്ളൂ. കാര്യം നമുക്കൊരു സന്തോഷമെന്ന് പറഞ്ഞാലും അല്ലേ? അപ്പോൾ ഗോൽഗോഥ എന്ന കാൽവറി, ഇത്രയും കൂടെ ചേർന്ന മലകൾ മുട്ടിയുരുമി കിടക്കുന്ന സ്ഥലത്തിൻ്റെ നിർണായക ഏരിയയ്ക്ക് 8.3 ഏക്കേഴ്സാണ് അതിൻ്റെ വിസ്തൃതി. അതിൽ നിന്ന് അടുക്കാണ്. മലകൾ എല്ലാം കൂടെ കൂട്ടി അതിലേറെയുണ്ട്. പക്ഷേ ഈ ദേവാലയമൊക്കെ ഇരിക്കുന്ന ഭൂപ്രദേശം എല്ലാം കൂട്ടിയാൽ ഇത്രയുള്ള 8.5 ഏക്കർ. അതാ ലോകത്തിലെ ഏറ്റവും വലിയ തർക്കഭൂമി. അല്ല, അയോധ്യയൊന്നുമല്ല. ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ. അവിടെ ദേവാലയം ഇരിക്കുക. അപ്പം കർത്താവ് അവിടെ വന്നിട്ട് പറഞ്ഞു, ഈ ദേവാലയത്തെ കണ്ടു, പണി കാണിക്കാൻ വേണ്ടി ചെന്ന. എന്നോട് ഇന്നലെയൊക്കെ പറഞ്ഞു, പകൽ ഫ്രീ ആയിട്ടിരിക്കില്ല, നമുക്ക് ഇവിടെ ഒന്ന് കാണാം. സത്യം പറയാമല്ലോ, എനിക്ക് ഈ സിമെൻറ്റ് പന്തൽ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറേ ഇങ്ങനെ കെട്ടിപ്പൊക്കി വെച്ചേക്കുക, കുറേ ഗ്ലാസ് വിട്ടിട്ടുണ്ട്, അതവിടെ ഇരിക്കട്ടെ. എനിക്കിതൊന്നും കാണണമെന്നില്ല. കുറേ കെട്ടിടം അവിടെ ഇവിടെ കുറേ. പിന്നെ നാച്ചുറലി ഉള്ള കാര്യങ്ങളുണ്ടല്ലേ, ഹിസ്റ്റോറിക്കലി ഉള്ള കാര്യങ്ങളുണ്ട്, അത് കാണണം. അല്ല, ബുർജ് ഖലീഫ എന്ന് പറഞ്ഞ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കാണാനിരിക്കുന്നത് അല്ലേ? അപ്പോൾ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളാണ് കാണേണ്ടത്. ഇനി പറഞ്ഞതേ, ഈ ഊർശാലവും എന്ന യെരുസലേം, അത് ഈ ദേവാലയം, ആ പരിസരമൊക്കെ മനസ്സിലായല്ലോ അല്ലേ? വീട്ടി ഇതിന് അരികിൽ കൂടി ഒരു തോടൊഴുകുന്നുണ്ട്.
ആ തോട് നിങ്ങളറിയും, കിദ്രോൻ. ഈ കിദ്രോൻ തോട് ഒഴുകുന്നത് കിഴക്ക് ഭാഗത്തു കൂടിയാണ്. ആ കിഴക്ക് ഭാഗത്തേക്ക് നമ്മൾ യെരുശലേമിൽ നിന്ന് ഇറങ്ങിച്ചെന്നാൽ ഈ കിദ്രോൻ തോട്, ഈ തോട് കടന്ന് അക്കരെ എത്തുമ്പോൾ ഒരു പടുകൂറ്റൻ മലയുണ്ട്. അതിനെ ഒരു മല എന്ന് വിളിക്കാം. കാരണം 20-25 മിനിറ്റ് വേണം കയറി ചെല്ലാൻ. ഈ മലയിൽ നമ്മൾ ആ പാത മൂന്നുന്ന സ്ഥലമില്ലേ, അങ്ങോട്ട് ചെന്ന് ചവിട്ടുന്ന സ്ഥലമുണ്ട്. ആ താഴ്വരയ്ക്കൊരു പേര് പറയും, നിങ്ങളറിയും, ഗത്സമന. യേശു പ്രാർത്ഥിച്ച സ്ഥലം, ഒലിവ് തോട്ടമൊക്കെ ഉള്ള സ്ഥലം. ഈ ഗത്സമന കടന്ന് ഒലിവുമലയുടെ മുകളിൽ ചെന്ന് ഇങ്ങോട്ട് നോക്കിയാൽ, പടിഞ്ഞാറോട്ട് നോക്കിയാൽ യെരുശലേം ഒരു കുഴിയിൽ കിടക്കുന്ന പോലെ തോന്നും. ദേവാലയം അല്പം ഉയർന്നു നിൽപ്പുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. ദേവാലയത്തിൻ്റെ ഭംഗി കാണണമെങ്കിൽ ഒലിവുമലയിൽ നിന്ന് നോക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഒലിവുമലയുടെ അങ്ങേ ചെരുവും കൂടെ പറഞ്ഞ് അവിടെ വിട്ടേക്കാം. അതാണ് നമ്മളറിയുന്ന ലാസർ പാർത്ത ബെഥാന്യ. നമ്മളെ വായിക്കണല്ലോ, യെരുശലേമിൽ നിന്ന് ഒരു നാഴിക ദൂരത്തെന്നൊക്കെ പറയല്ലോ. ബേത് ഭാഗ എന്നൊക്കെ പറയുന്ന സ്ഥലം. അവിടെയാണ് ലോകത്ത് കടുക് മരങ്ങളുള്ള, മസ്റ്റാർഡ് സീഡ്സ്, കടുക് ഇല്ലേ, ആ മരങ്ങളുള്ള ഒരേ ഒരു സ്ഥലം. ബാക്കി നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത് ചെടിയാണ്. കടുക് മരം ഇപ്പോഴും അവിടെ ഉണ്ട്. നിരീശ്വരന്മാർ ഇതൊക്കെ വായിച്ചിട്ട് ചുമ്മാ കിടന്ന് ചിരിക്കുക. കടുക് മരം എന്തുകൊടുവോ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നൊക്കെ ചോദിച്ചു. ഇവനറിയാത്തത് നമ്മുടെ അവിടെ പോകണം. ഇപ്പോഴും ചെന്നാൽ അവിടെ ഉണ്ട് കടുക്. അല്പം കൂടെ ബ്രൗണിഷാണ്. നമ്മുടെ കടുകിനേക്കാൾ ക്വാളിറ്റിയും കൂടുതലാണ്, വിലയും കൂടുതലാണ്. ഇവനെയൊക്കെ അവിടെ കൊണ്ടുപോയി കുറേ അങ്ങ് മേടിപ്പിക്കണം. എന്നിട്ട് പൈസ നീ കൊടുത്തോളാൻ പറയണം. അതാ ചെയ്യണ്ടേ. കടുക് എന്താണെന്നൊക്കെ പോയി കണ്ടിട്ട് വരട്ടല്ലേ. അപ്പോൾ ഇത്രയും പറഞ്ഞത്, യേശു ശിഷ്യന്മാരുമായി ഈ നദി ഈ തോട് കടന്ന് മുകളിൽ ചെന്നു. ദേവാലയത്തിൻ്റെ പണി കണ്ടിട്ട് ശിഷ്യന്മാർ പറഞ്ഞു, കൊള നന്നായിരിക്കുന്നു. അപ്പോൾ യേശു എന്താ അവരോട് പറഞ്ഞേ, ഈ ദേവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർന്നു പോകുന്ന ഒരു കാലം വരും. സത്യത്തിൽ ഇത് നല്ലതാണെന്ന് പറഞ്ഞാൽ പോരെ. ഇപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ ബുർജ് ഖലീഫയുടെയോ ഒക്കെ ഒരു ഫോട്ടോ ഇട്ടു, അത് പൊളിഞ്ഞു പോകും, താഴെ കമൻ്റ് എഴുതണോ? ഒരു ലൈക്ക് അടിച്ച് വിടാനുള്ള കേസേ ഉള്ളൂ. കൊള്ളാം. അല്ലെങ്കിൽ എന്തെങ്കിലും അല്ലേ, ആ ഒരു കാര്യം പറഞ്ഞാൽ മതി. അതിന് പോയി നെഗറ്റീവ് ഒരു കമൻ്റ് ഇടേണ്ട കാര്യം വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പോൾ എനിക്കെതിരെ ഈ നെഗറ്റീവ് കമൻ്റൊക്കെ വരുമ്പോൾ ഞാൻ മൈൻഡ് ചെയ്യത്തേയില്ല. മൈൻഡ് ചെയ്യാത്തതിൻ്റെ കാര്യം ഇവനറിയത്തില്ല. ഇവൻ ആ ഒരു കമൻ്റ് ഇടുമ്പോൾ എനിക്ക് ഇച്ചിരി ചില്ലറ പോക്കറ്റിലോട്ട് വീഴുന്നുണ്ടെന്നുള്ളവർ അവനറിയത്തില്ല. ഇവൻ ഇത്ര നെറ്റ് ഉപയോഗിക്കുക. അതൊക്കെ കറങ്ങിത്തിരിഞ്ഞ് ഇവനെത്ര ചീത്ത എഴുതിയാലും ഇവനറിയില്ല അവൻ എനിക്ക് ചെയ്യുന്ന സേവനം എത്ര വലുതാണ്. അതിൻ്റെ താഴെ ഒരു 5-6 മറുപടി, അതിൻ്റെ താഴെ പിന്നെയും മറുപടി ഇങ്ങനെ കിടക്കുക. യൂട്യൂബിലൊക്കെ വന്നിട്ട് ഓരോന്ന് എഴുതിയിടും. ഇനി ഇത്രാമത്തെ മിനിറ്റിൽ നിങ്ങൾ എന്താ പറഞ്ഞിരിക്കുന്നത്? മറ്റവൻ എന്നെ വേറൊരുത്തൻ അവിടുന്ന് വന്നിട്ട് നീ അതൊന്നുകൂടെ നോക്കടാ, അവനാണ് നമ്മുടെ കക്ഷി. നിന്റെ വലിയവൻ കണ്ടം വഴി ഓടിയടാ. നമ്മളിതൊന്നും കണ്ട ഭാവേ നടിക്കരുത്. അത് ആ വഴി പോക്കോട്ടെ. സ്തോത്രം. ഞാൻ ദുബൈയിൽ ആദ്യം വരുമ്പോൾ ഞാൻ എന്നെ ഒരച്ഛൻ കൊണ്ടൊരു മുറി പാർപ്പിച്ചു. നമ്മുടെ ഷിബൂറദറിൻ്റെ വീടൊക്കെ നല്ല സൂപ്പറാണ്. എന്നാൽ ഞങ്ങൾക്ക് 2 പേർക്കൂടെ കഷ്ടിച്ച് ജീവിക്കാനുള്ള ഇതേ ഉള്ളൂ. പുള്ള വീട്ടിലാണ് ഞാൻ നാട്ടിൽ നിന്ന് താമസിച്ചുകൊണ്ടിരുന്നത്. വലിയ വീടാണ് നാട്ടിൽ. അപ്പോൾ എന്നോട് ചോദിച്ചു, വീട് ഒന്നും ആയില്ലല്ലോ പാസ്റ്റർ. ഞാൻ പറഞ്ഞു, എനിക്ക് വീട് താല്പര്യമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു, അത് സഹോദരനെ പോലൊരാളെ ഈ നാട്ടിൽ വിട്ട് ഇങ്ങനെ ഞെരുങ്ങിക്കഴിയാൻ ഉള്ള അവസരം തന്നിട്ട് താങ്കളുണ്ടാക്കിയ വീട്ടിൽ ഞാൻ അതേ അന്തസ്സായിട്ട് അവിടെ കഴിയുക. മനസ്സിലായോ നിങ്ങൾക്ക്? ഇല്ല. കുറേ ദൂതന്മാർ ഇങ്ങനെ നടക്കാൻ പോയി. പല സ്ഥലം കണ്ട് നമ്മുടെ നാടൊക്കെ വന്ന് കണ്ടിട്ട് അതങ്ങ് ഇഷ്ടപ്പെട്ടു ദൂതന്മാർക്ക് അതെല്ലാം ഇഷ്ടപ്പെട്ടു. മൂത്ത ദൂതനൊക്കെ ചെറിയ ദൂതന്മാർ പറഞ്ഞൊരു കഥയാണ്. ഇതെല്ലാം ഇട്ടിട്ട് ഇവർ ഈ സൗദി പോയി ജീവിക്കേണ്ട കാര്യമുണ്ടോ? ഇത്രയും സ്ഥലമുണ്ടല്ലോ. അന്ന് വലിയ ദൂതൻ പറഞ്ഞു കൊടുത്തു, കുഞ്ഞെ ഇവന്മാർക്ക് എന്തോ കൊടുത്താലും ഇവരവിടെ നിൽക്കുകയില്ല. നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ചെയ്യാമെന്നാണ് പറഞ്ഞു വരുന്നത്. ഇനിയുള്ള തലമുറയ്ക്ക് ഇവർ കണ്ടോ നമ്മൾ ഓടിക്കാൻ ശ്രമിക്കുന്നുണ്ടോ അല്ലേ? 2030 ആകുമ്പോഴേക്കും അല്ലേ? അപ്പോൾ അവിടെ നിൽക്കാനുള്ള പണി നോക്കിക്കോണം. അടുത്ത പ്രോജക്റ്റിലേക്ക് കിടന്നോണം. ചിന്തകൾ അങ്ങോട്ട് പോക്കോണം അല്ലേ? അപ്പോഴേ
ദേവാലയം നല്ലതാ 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 എന്നാ പറയേണ്ടത്. പക്ഷെ യേശു പറഞ്ഞോ? ഇല്ല. നല്ലത് നല്ലതെന്നല്ലായിരുന്നു പറയണ്ടേ? എന്താ പറയാഞ്ഞേ? കാരണമുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ പോയ സ്ഥലത്ത് ഒരു ചോദ്യം, കർത്താവിന് പാപം ചെയ്യാൻ സാധിക്കുമായിരുന്നു? കേട്ടുള്ള ചോദ്യം. ഇവിടെ ചോദ്യം വന്നില്ല, എങ്കിലും ഉത്തരം ഇരുന്നോട്ടെ. ഒറ്റ വാക്കിൽ പറയാം, ഇല്ല. ഇല്ല എന്ന് പറയാൻ കാരണം എന്താണെന്നറിയണ്ടേ? ഈ ട്രാഫിക് വയലേഷൻ പാവമാണ്, തെറ്റാ അല്ലേ? അതിന് ഫൈനുണ്ട്. ട്രാഫിക് വയലേറ്റ് ചെയ്യുന്ന, നിയമം ലംഘിക്കുന്ന നിങ്ങളെ അതേ വഴി വന്ന് ബലം പ്രയോഗിച്ച് പോലീസ് പിടിച്ചാൽ പോലീസിൻ്റെ പേര് കേസ് വരുമോ? കാരണം എന്താ? നിയമം നിയമദാതാവിൻ്റെ മീതെ അല്ല. ബ്രേക്കിംഗ് ലോ ആണ് സിന്ന്. ആ ലോ തന്നവൻ ലോയ്ക്ക് താഴെ അല്ല. ഭൂമിയിലായിരുന്നപ്പോൾ ലോയ്ക്ക് കീഴെ ആയിത്തീർന്നു. അത് സ്വയം ആയിത്തീർന്നതാണ്. മൊത്തത്തിലെടുത്താൽ അവൻ ലോയ്ക്ക് കീഴിലല്ല. മനസ്സിലായോ? ലോയ്ക്ക് കീഴിലല്ല. ഇനി അതൊന്നും കൂടെ ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് പറയാം മനസ്സിലാകാൻ. അപ്പം ടെംപ്ടേഷൻ യേശുവിന് വന്നു. യേശുവിനെ പരീക്ഷിക്കാൻ പിശാച് ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു. അതൊക്കെ എന്താ? അപ്പം ആ ചോദ്യം നമുക്കൊന്ന് നന്നായിട്ട് ഫേസ് ചെയ്യണം. ഒരു ചോദ്യം വരിക. ഇനി നമ്മൾ ഇത്രയും മുതിർന്നവരൊക്കെ ഉണ്ടല്ലോ, ഒരു ചോദ്യം. യേശുവിനൊരു ലൈംഗികമായ ചോദനയോ ഒരു സ്ത്രീ സംബന്ധിയായ പരീക്ഷണമോ ഉണ്ടാകുമോ? ഒറ്റ വാക്കിൽ ഉത്തരം ഇല്ല. എന്താ കാര്യം? പറഞ്ഞുതരാം. ഇവിടെ ഈ രാഹുൽ ഗാന്ധി, ഇവിടെ മുത്തച്ഛൻ മോട്ടിലാൽ നെഹ്റുവിന് സ്വന്തമായിട്ട് അദ്ദേഹത്തിൻ്റെ പറമ്പ് 27 റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നതാണ്. അത്രയും ദൂരത്ത് സ്ഥലമാണ്. കോടീശ്വരനാണ്. കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? അതുപോലെ സ്ഥലം ഉണ്ടായിരുന്നു. ആ കാലത്ത് മധുര കാമരാജ് ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് അമ്മ ജോലിക്ക് പോകുമായിരുന്നു എന്നാണ്. ജോലിക്ക് ഒന്നും എടുക്കുകയില്ലായിരുന്നാണ് മുൻ മുഖ്യമന്ത്രി. അങ്ങനെ സിമ്പിളായി ജീവിച്ച മനുഷ്യരുമുണ്ട്, സാധ്യത ഉണ്ടായിട്ടും. അതുകൊണ്ട് അവരൊക്കെ ആദരിക്കപ്പെടുന്നല്ലേ. അവിടെ നെഹ്റു ഇതുപോലെ സമ്പന്നനാണ്. നെഹ്റുവിൻ്റെ കൊച്ചുമോനാണല്ലോ നമ്മുടെ രാഹുൽ ഗാന്ധി. ഞാൻ രാഹുൽ ഗാന്ധിയെ വിളിച്ചിട്ട് പറയാം, ഞാനൊരു 10 സെൻറ്റ് സ്ഥലം കോട്ടയത്ത് തരാമെന്ന്. ഞാൻ പുള്ളി വരുമോ? കാരണം കോട്ടയത്ത് തരാം. നിങ്ങൾ വിളിക്കുക രാഹുൽ ഗാന്ധിയെ, കൊല്ലം റോഡ് സൈഡിൽ 10 സെൻറ്റ് സ്ഥലം തരാമെന്ന്. ഞാൻ പുള്ളി വരുമോ? ഇല്ല. എന്നാൽ നിങ്ങൾ എന്നെ ഒന്ന് വിളിച്ചു നോക്കിയേ, കൊല്ലത്ത് 10 സെൻറ്റ് സ്ഥലം തരാമെന്ന് പറഞ്ഞു. ധൈര്യം ഉണ്ടെന്ന് വിളിച്ചു നോക്കുക. അതിന് ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടെന്ന് കാണിച്ചേ. എന്നെ ഒന്ന് വിളിച്ചു നോക്കിയേ. 10 ഒന്നും വേണ്ട. എന്താ കാരണം? നമ്മളാരും ഇതൊന്നും കണ്ടിട്ടില്ലെന്ന്. ഇത് കണ്ട് കിടക്കുന്നവന് ഈ സ്ഥലം വല്ല വിഷയമാണോ? മനസ്സിലായോ നിങ്ങൾക്ക്? ഒറ്റ വാക്കി പറഞ്ഞാൽ, സ്വർഗീയ മഹിമ വെടിഞ്ഞ് താണലോകത്തിലേക്ക് വന്നവനെ എന്ത് കാട്ടി പരീക്ഷിക്കാൻ? ഇതാരാണെന്നോർത്താ പരീക്ഷ? ഈ പരീക്ഷയുടെ അർത്ഥം എന്താ? ഇതൊക്കെ കണ്ട യേശുവിന് എന്താ പ്രലോഭനം? യേശുവിൻ്റെ ആ ബോധത്തെ, യേശുവിൻ്റെ അസ്തിത്വത്തെ അട്ടിമറിക്കാൻ പറ്റുന്ന ഏത് സുന്ദരിയാണ് ലോകത്തുള്ളേ? ഏറ്റവും സുന്ദരി വരട്ടെ, അവൾ മോശപ്പെട്ട സ്വഭാവമാകട്ടെ, അവൻ ആ മാറോട് ചേർത്ത് പിടിച്ച് വാത്സല്യത്തോടെ അണയ്ക്കും അല്ലേ? അവൾക്ക് ജീവിതത്തിലാദ്യ പിതൃസഹജമായ ജ്യേഷ്ഠസ്ഥാനീയം കൊടുത്ത, പിതാവ് കൊടുത്ത സ്നേഹത്തിൻ്റെ ആഴം ആ പെണ്ണ് തിരിച്ചറിയും. ജീവിതത്തിലാദ്യം അവൾക്ക് പാപബോധം വരും, അവൾക്ക് കുറ്റബോധം വരും, അവൾ ഒരു പുതുസിറ്റിയായി തീരും. അങ്ങനെ ഒരുവനെ ലോകത്തുള്ളൂ, അത് നമ്മുടെ കർത്താവാ. സ്തോത്രം. അപ്പോൾ നമുക്ക് ചോദിക്കും, പിന്നെ ഈ പരീക്ഷ പറയാം. ഈ പരീക്ഷ ഇട്ടവൻ അത് വലിയൊരു വിഷയമായിരുന്നു. പരീക്ഷ എഴുതിയ കൊച്ചിനതൊരു ഒന്നുമല്ല. മനസ്സിലായില്ലേ? നമ്മൾ ഇട്ട പരീക്ഷ ഗംഭീരമായിരുന്നു. ചോദ്യം കൊടുത്തവനെ ഇല്ല, ഉത്തരം അത്രയായിരുന്നോ? അല്ല. നമ്മുടെ ന്യൂട്ടൺ ഉണ്ടല്ലോ, ഐസക് ന്യൂട്ടൺ വലിയൊരു മാത്തമാറ്റീഷ്യനൊക്കെ ആയിരുന്നു അല്ലേ? ന്യൂട്ടൺ രക്ഷിക്കപ്പെട്ട ആളാന്നുള്ള അറിയാലല്ലേ? സ്നാനപ്പെട്ട ആളാന്നുള്ള അറിയാലേ? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് യേശുവിൻ്റെ പുനരാഗമനം കാത്തിരുന്നു എന്ന് മാത്രമല്ല, ബൈബിളിലെ വെളിപ്പാട് പുസ്തകത്തിന്
അദ്ദേഹം പഠനം നടത്തുകയും എൻ്റെ കയ്യിലുണ്ട് ആ പുസ്തകം, അപ്പോക്കലിപ്സിസ്, അങ്ങനെയാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അങ്ങനെയുള്ള ആളാണ്. ശാസ്ത്രം പഠിച്ചതിലും അധിക സമയം ബൈബിൾ പഠിച്ച മനുഷ്യനാണ് സർ ഐസക് ന്യൂട്ടൺ. ഒത്തിരി കൃതികളുണ്ട് ബൈബിൾ സംബന്ധമായിട്ട്. ഈ ന്യൂട്ടനെ കുരുക്കാൻ ഒരു മാത്തമാറ്റീഷ്യൻ ഒരു പ്രോബ്ലം ആർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റാത്തൊരെണ്ണം ഇങ്ങനെ തയ്യാറാക്കിയേക്കാം. ഇത് പുള്ളിക്ക് കൊടുത്തിട്ട് പറഞ്ഞു, 1 മാസം നമുക്ക് തരുന്നു, ഇതിനകം ഈ കുരുക്കഴിച്ച് ഇതിൻ്റെ ഉത്തരം തരുമെങ്കിൽ നിങ്ങളൊരു മഹാനാന്നൊക്കെ ഞാൻ സമ്മതിക്കാം എന്ന് വെല്ലുവിളിച്ചു. ന്യൂട്ടൻ ഇത് വാങ്ങിക്കൊണ്ട് വന്നു. ന്യൂട്ടൻ ഇത് വാങ്ങിക്കൊണ്ട് വന്നിട്ട് 3 മിനിറ്റ് കൊണ്ട് ഇതെല്ലാം ഉത്തരം എഴുതി റെഡിയാക്കിയിട്ട് ഡ്രൈവറെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതുകൊണ്ട് പുള്ളിക്ക് കൊടുത്തേക്കണം, താഴെ നിൻ്റെ പേരെഴുതി ഒപ്പിട്ടേക്കാൻ പറഞ്ഞു ഡ്രൈവറുടെ. ഇയാൾ പെട്ടെന്ന് ഇതും കൊണ്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, നീ ഇവിടെ എന്താ പെട്ടെന്ന് വന്നേ? അന്നേരം പറഞ്ഞു, സാർ ഞാൻ പോകുന്ന വഴിക്കൊന്ന് വായിച്ചു നോക്കി, ന്യൂട്ടൻ്റെ അടുത്ത് വരെ പോയില്ല, അതിന് മുമ്പ് ഇത് ഞാൻ ഇതങ്ങ് ചെയ്തു. അങ്ങനെ ന്യൂട്ടൻ പറഞ്ഞേ. പക്ഷെ ഇത് കണ്ട മാത്തമാറ്റീഷ്യൻ നടുങ്ങിപ്പോയി. കുറേ നേരം ഇങ്ങനെ ആലോചിച്ചിട്ട് ന്യൂട്ടനെ വെല്ലുവിളിച്ചത് ശരിയായില്ലല്ലോ, ന്യൂട്ടൻ തന്നെ ചെയ്തതാണെന്ന് മനസ്സിലായി. ആ കുറിപ്പിൻ്റെ താഴെ അദ്ദേഹം എഴുതി വെച്ചൊരു കുറിപ്പുണ്ട്, ഗ്രീക്കിലാണ്. താങ്കും അങ്ക്വി ലിയോണം. എൻ്റെ അർത്ഥം ഇങ്ങനെയാണ്, ഇതിലാ ലിയോണത്തിൻ്റെ ലയണിൻ്റെ ഇതിലാ സിംഹം സ്പർശിച്ചിട്ടുണ്ട് ഈ കുറിപ്പിൽ. ഏതാ സിംഹം? ന്യൂട്ടൻ. അപ്പോൾ പരീക്ഷ ഇട്ടവൻ ഇത് ഭയങ്കര ചോദ്യം. ഉത്തരവ് എഴുതിയ ന്യൂട്ടൻ ഇത് LKG പോലും ഇല്ല. ആ കർത്താവിനെ നമ്മൾ സേവ് ചെയ്യുന്നത് കേട്ടോ. ഹല്ലേലൂയ. പരീക്ഷകൻ അടുത്ത് വരുമ്പോഴൊക്കെ ഓർക്കണം, ജയിച്ചവൻ നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ജയിച്ചവൻ കൂടെ ഉണ്ടെങ്കിൽ ഒറ്റ വഴിയുള്ളൂ, ജയിച്ചവനൊപ്പം നിൽക്കണം. ഇതേവിടെ ഫുട്ബോളുമൊക്കെ വരുന്നു. ഫുട്ബോൾ വരുമ്പോഴേക്ക് നമ്മുടെ ടീം തോക്കുന്നു, നമുക്ക് മാനസികമായിട്ട് ദുഃഖം വന്നാൽ അന്നേരം കൂറുമാറിയാൽ മതി, നമ്മളങ്ങ് ജയിച്ചു. സംഗതി മോശമെന്ന് കണ്ടാൽ നമ്മൾ നേരെ മെസ്സിയെ വിട്ടേക്കണം. അല്ലെങ്കിൽ ആരാ കിട്ടുന്നവൻ്റെ അടുത്ത് കൂടെ കൂടിക്കഴിഞ്ഞാൽ ജയിച്ചവൻ്റെ കൂടെ നിന്നാൽ നമുക്കൊരു സംതൃപ്തി. ഇങ്ങനെയാ കർത്താവ് ജയിച്ചതെന്ന്. തോറ്റുകിടന്ന നമ്മെ കർത്താവ് ജയിച്ച് കാണിച്ചപ്പോൾ നാം ആ നിരക്കൊപ്പം നിൽക്കുകയാണ്. ഹല്ലേലൂയ. ഇവിടുന്ന് യേശു പറഞ്ഞു, ഈ ദേവാലയം തകരും. ശിഷ്യൻ്റെ ചോദ്യം, അത് എപ്പോൾ സംഭവിക്കും? അങ്ങയുടെ വരവിനും നമ്മുടെ ബൈബിളിലെല്ലാം ലോകാവസാനം, തമിഴിൽ എങ്ങനെയാണെന്ന് അറിയില്ല, നോക്കിയാൽ മതി. ശരിക്കും പറയേണ്ട യുഗാവസാനം, ദ എൻഡ് ഓഫ് ഡിസ്പെൻസേഷൻ, അയോണ എന്ന് ഗ്രീക്കിൽ. എന്താണ് നിന്റെ വരവിനും യുഗാവസാനത്തിനും അടയാളം? ഇത്രയും ചോദിച്ചതേ ഉള്ളൂ. ഒരു നീണ്ട പ്രസംഗം. ആ പ്രസംഗം മാത്യു ചാപ്റ്റർ 24, മാർക്ക് ചാപ്റ്റർ 13 ആൻഡ് ലൂക്ക് ചാപ്റ്റർ 21. 3 അധ്യായങ്ങൾ ഇതിനെപ്പറ്റി മാത്രമുള്ളതാണ്. യേശു ഈ ചോദ്യത്തിന് കൊടുക്കുന്ന ഉത്തരവാണ്. അതിങ്ങനെ നീണ്ട ഒരു പ്രസംഗമാണ്, രസകരമായൊരു പ്രസംഗമാണ്. എന്നിട്ട് പറഞ്ഞു, അന്ന് യഹൂദയിലുള്ളവർ മലമുകളിലേക്ക് ഓടിപ്പോകട്ടെ, ആ നാളും നാഴികയും ചുരുങ്ങാതിരുന്നാൽ ഒരു ജാതിയും രക്ഷിക്കപ്പെടില്ല. എന്നാൽ എൻ്റെ ശ്രേഷ്ഠന്മാർ വിശുദ്ധന്മാർ നിമിത്തം ആ ദിവസങ്ങൾ ചുരുക്കമാകും. അങ്ങനെ ഒരു കാലഘട്ടം വരുന്നു, ദേവാലയം തകരും. ഗർഭവതികൾക്കും മുലയൂട്ടുന്നവർക്കുമൊക്കെ അയ്യോ കഷ്ടം. യേശുവിൻ്റെ തീവ്രതയാർന്ന പ്രവചനം. ഈ പ്രവചനം കഴിഞ്ഞ് ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞ് യേശു അറസ്റ്റ് ചെയ്യപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഇവിടുന്ന് ഏകദേശം 40 ആണ്ട് കഴിയുമ്പോൾ ഈ രാജ്യം 40 ആണ്ട് കഴിഞ്ഞ്, അന്ന് ലോകം ഭരിക്കുന്ന റോമക്കാരാ. നമ്മൾ ബ്രിട്ടീഷ് ഇന്ത്യ കഴിഞ്ഞ പോലെ ഇസ്രയേൽ റോമിന് കീഴിലാണ്. ലോകം ഭരിക്കുന്ന റോമൻ രാജാവിൻ്റെ ചക്രവർത്തിയുടെ സേനാനായകനുണ്ടായിരുന്നു. അയാളുടെ പേര് ടൈറ്റസ് എന്നായിരുന്നു. മൊത്തം പേര് ടൈറ്റസ് കൈസർ. ഈ ടൈറ്റസ് കൈസർ എന്ന് പേര് വരാൻ കാരണം, ഞാൻ നേരത്തെ പറഞ്ഞു, ടൈറ്റസ് കൈസർ എന്ന് പേര് വരാൻ കാരണം എന്ന് ഒരുത്തം പറയാം, എനിക്കറിയാം. എന്താണെന്ന് വെച്ചാൽ പറയാം, പട്ടിയുടെ പേരാ. ഓരോ ഉത്തരവേ
അതിനറിയാം, വലിയ അഹങ്കാരം കാണിക്കുന്നവനെയൊക്കെ കാല വിട്ട് വിളിക്കുന്നത് എങ്ങനെയാ? ടിപ്പു സുൽത്താൻ ഒരുത്തരുണ്ടായിരുന്നു, ഇപ്പോൾ വിളിക്കുന്ന ആരെയാ? ടിപ്പു ഇവിടെ വാടാന്ന് വിളിക്കുന്ന ആരെയാ? കണ്ടോ, ഒത്തിരി അഹങ്കരിക്കാൻ പോകരുത് നമ്മളതാ ഞാൻ പഠിച്ചൊരു പാഠം. പിന്നാലെ വരുന്ന പിള്ളേർ നമ്മുടെ പേര് ആർക്കിടും? ഇങ്ങനെ ഇട്ട് വിളിക്കുമെന്ന്. കൈസർ യേശുവിനെ ക്രൂശിച്ചതാ, ഇപ്പോൾ പേരിട്ടേക്കുന്ന പട്ടിക്ക് എടുത്തോടാന്ന്. കൈസർ ഇവിടെ വരാൻ അല്ലേ? കൈസർ ഒരു സ്ഥാനപ്പേരാണ്. ഇതുപോലെ ഉണ്ട് ടിപ്പു സുൽത്താൻ്റെ ഒക്കെ പേരാ പട്ടിക്കിടുന്നത്. പോട്ടെ. അപ്പോൾ ഈ കൈസർ പിന്നെ ചക്രവർത്തി ആകുന്നുണ്ട്. ഈ രാജ്യം വന്ന് പിടിച്ചെടുക്കുന്ന ടൈറ്റസ് കൈസർ, ഇയാൾ വന്ന് ഒലിവുമലയുടെ മുകളിൽ ക്യാമ്പ് ചെയ്തു. യെരുശലേമും ഭൂപ്രദേശങ്ങളും ഒക്കെ അടങ്ങുന്ന ആ സ്ഥലം ഒരു കോമ്പൗണ്ട് വാൾ വെട്ടി സുരക്ഷിതമാക്കിയിട്ടുണ്ട്. 12 വാതിലുണ്ട് അതിന്. ചിലപ്പോൾ ചില ഘട്ടങ്ങളിൽ 8 വാതിലായിട്ട് ചുരുങ്ങും. പണി എങ്ങനെ ചരിത്രത്തിൽ കാണുന്നത്. ഈ വാതിലിൽ അകത്ത് മനോഹരമായ യെരുശലേം ദേവാലയം, ഈ കോമ്പൗണ്ട് വാളിനടുത്ത് അകത്ത്. ടൈറ്റസ് പറഞ്ഞു, ഒരു ഉത്തരവിട്ടു, ഇപ്പോഴാണ് കീഴടങ്ങിയാൽ രക്ഷപ്പെടാം, ഇല്ലേ രക്ഷയില്ല. യഹൂദം കീഴടങ്ങും. വനനത്ത് ഇങ്ങനെ ഉറച്ചു നിൽക്കുക. ടൈറ്റസ് ഒരു പുതിയ തന്ത്രം. അകത്തോട്ടാർക്കും പ്രവേശനമില്ല, പുറത്തിരിക്കുന്നവർക്ക് രക്ഷപ്പെടാം. പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അകത്ത് കയറാൻ പറ്റില്ല. സ്ട്രിക്റ്റാണ്. മാസങ്ങൾ അതിനകത്ത് ജൂതന്മാർ കുരുങ്ങിപ്പോയപ്പോൾ കരുതി വെച്ച ധാന്യമണികളും ഭക്ഷ്യവസ്തുക്കളും ഉണക്കിയ പഴങ്ങളും വെള്ളവും ഒക്കെ തീർന്നു. കുറഞ്ഞ് കനത്ത ദാരിദ്ര്യത്തിലേക്ക് മാറി. അതിൻ്റെ ആധിക്യത്തിൽ അവിടെയുള്ള ഒട്ടകങ്ങൾ അത്തരം മൃഗങ്ങളെയൊക്കെ കൊന്നു ഭക്ഷിച്ചു. ഒട്ടകങ്ങൾക്കും തീറ്റയില്ല, പരിരക്ഷയില്ല. ഒടുക്കം ചത്തുപോയ ഒട്ടകങ്ങളുടെ മാംസം വരെ ഭക്ഷിക്കേണ്ടി വന്നു. ചീഞ്ഞഴുകിയ മാംസം ഭക്ഷിക്കേണ്ടി വന്നു. നിലത്തെ പുല്ല് പറിച്ചു തിന്നേണ്ടി വന്നു. മനുഷ്യൻ സമനില തെറ്റുന്നൊരു മാനസികാവസ്ഥയിലേക്കെത്തി. എന്തിന്? സ്വന്തം ചെരുപ്പ് കടിച്ചു പറിച്ചു ഭക്ഷിക്കേണ്ടി വന്നു. പിന്നെ വസ്ത്രം ഭക്ഷിച്ചു. സമനില തെറ്റിയാൽ അങ്ങനെയൊക്കെ സംഭവിക്കും. കുഞ്ഞുങ്ങളും മക്കളെയൊന്നും തിരിച്ചറിയുന്നില്ല. പട്ടിണിക്കോലങ്ങളായി മാസങ്ങൾ കൊണ്ട് മാറിയ ആ മനുഷ്യരെ ടൈറ്റസ് ഇരമ്പിക്കയറി വെട്ടിക്കൊലപ്പെടുത്തി. ചെറുത്തു നിൽക്കാൻ ശ്രമിച്ചവരെയൊക്കെ വെട്ടിക്കൊലപ്പെടുത്തി ഈ സ്ഥലം പിടിച്ചെടുത്തിട്ട് ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു, ഈ ദേവാലയത്തെ തുടരുത്, അതവിടെ നിൽക്കട്ടെ, അതിന് നമുക്ക് വേണം. എന്തിനാ? നമ്മുടെ ദേവൻ്റെ പ്രതിഷ്ഠ അവിടെ സ്ഥാപിച്ചിട്ട് നമുക്കിതൊരു ക്ഷേത്രമാക്കണം. പദ്ധതി. ഇതിനകത്ത് ഇരമ്പിക്കയറിയ ടൈറ്റസിൻ്റെ സേന, ഈ ടൈറ്റസിൻ്റെ കൽപ്പന ഉണ്ടായിരുന്നു തകർക്കരുതെന്ന് പറഞ്ഞെങ്കിലും ഇതിൻ്റെ മനോഹാരിത ആസ്വദിച്ച് നടന്ന ഒരു സൈനികൻ്റെ കൈപ്പിഴ കൊണ്ട് തീ പിടിച്ചു. ദേവദാരുപ്പലകളാണ്, അതിലേക്കൊക്കെ തീ ആളിക്കത്തി. അവിടെ ഇടിച്ചെടുത്ത ഒലിവെണ്ണയുടെ നിരവധി ശേഖരമുണ്ട്. അതിലെല്ലാം തീ ആളിപ്പടർന്നു. ആളിക്കത്തുന്ന തീയിൽ ദേവാലയത്തിനകത്തുനിന്ന് പുക വമിച്ചു. ചുണ്ണാമ്പ് കല്ലുകളാണ് അതിൻ്റെ കെട്ട്. ഇത്രയൊക്കെ ഉണ്ട് ഒരു കല്ലെന്ന് പറഞ്ഞാൽ. ഇത്തരം കല്ലുകൾ അടുക്കി വെച്ചിരിക്കുന്ന പടുകുറ്റൻ ദേവാലയം, കൊത്തുപണിയ മുത്തുകളാൽ അലങ്കരിച്ചിരിക്കുന്ന മനോഹര സൗധം, ഇതൊക്കെ തീവെന്തും പഴുത്തും കല്ലുകൾ തെറിച്ചും ആളുകൾ പല വഴിക്ക് ഓടി. ദിവസങ്ങൾ നീണ്ടു നിന്നു പുക. ഒടുക്കം സ്വയം കെട്ടണഞ്ഞു. ആരോ പറഞ്ഞു, പ്രഭോ, ഇതിലെല്ലാം സ്വർണമുണ്ടായിരുന്നു, കോടികൾ വിലമതിക്കുന്ന സ്വർണം. ഇതെല്ലാം കത്തി ഉരുകി സ്വർണ്ണക്കട്ടികളും സ്വർണ്ണത്തരികളുമൊക്കെയായി ക്രിസ്റ്റലുകൾ ഈ ഭൂമിയിൽ എവിടേക്കോ കിടപ്പുണ്ടാകും. ചിലതിൻ്റെ മീതെ കല്ലുകൾ വീണു. അതുകൊണ്ട് ഇത് തിരിച്ചു പിടിക്കണം. ടൈറ്റസ് ആനകളെ കൊണ്ടുവന്നു. ആനകൾ അവിടെയൊക്കെ അപൂർവമാണ്. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ആയിരിക്കും കൊണ്ടുവന്നത്. മാസങ്ങളെടുക്കും. എന്നാൽ ഞങ്ങൾ
ഈ ഇവിടുത്തെ കഥകളൊക്കെ പറയുമ്പോൾ ഒരു സംഭവം പറയാറുണ്ട്. അൽ ഫീൽ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട് ഖുർആനിൽ. അൽ ഫീൽ, ആന എന്നതിൻ്റെ അർത്ഥം ആനക്കലകം. സൗദി അറേബ്യയിലെ മെക്കയിൽ നിന്ന് യമനിലേക്കുള്ള ദൂരം നിങ്ങൾ ഗൂഗിൾ ചെയ്യണം. ഒരു 2000-1700 കിലോമീറ്റർ വരും. പണ്ട് അവിടുന്ന് ഒരു അബ്രഹാത്ത് എന്ന് പറഞ്ഞൊരു രാജാവ് ആനകളെയും കൊണ്ട് യുദ്ധത്തിന് വന്നു. ഇവിടെ മെക്കയുടെ അതിർത്തി വരുമ്പോഴേക്ക് അള്ള അയച്ച പക്ഷികൾ കല്ലെടുത്തെറിഞ്ഞ് ആനയെ തിരിച്ചു വിട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ ദൈവം നോക്കിയാൽ കല്ലെടുത്തെറിയാം, പക്ഷിയെ കൊണ്ട് ചുട്ടുപഴുത്ത കല്ല്. ദൈവത്തിൻ്റെ ഭാഗത്ത് നമുക്ക് തർക്കം വേണ്ട, അല്ലേ? ഇപ്പോഴും ഞാനതിനോട് ചേട്ടാ, ഈ മിഡിൽ ഈസ്റ്റ് വഴി ഈ ചുട്ടുപഴുത്ത മണലിൽ കൂടെ ആനകളെയും കൊണ്ട് വന്നവനെ സമ്മതിക്കണമല്ലോ യുദ്ധത്തിന്. മനസ്സിലായില്ലേ? ഇന്ന് കൊണ്ടുവരാൻ പറ്റത്തില്ല, അന്നത്തെ ചൂടുറത്ത്. ഇപ്പം മഴയൊക്കെ ഉണ്ട്, തണലുമൊക്കെ ഉണ്ട്, എന്തെങ്കിലുമൊക്കെ കൊടുക്കാം. ആനയും കൊണ്ട് വന്നെന്ന് ഇതുവഴി. ഇവനോർത്തില്ല ഇതിലേ ചോദ്യം വരുമെന്ന് ഓർത്തില്ല. ഞാൻ പറഞ്ഞു ദൈവം ചെയ്തൊക്കെ ഞാൻ സമ്മതിച്ചു. ദൈവം ചിലപ്പം കല്ലെടുത്തെറിയണമെന്ന് പോലെ ഊതി തെറിപ്പിച്ച് ആനയെ വിട്ടു എന്നല്ല എനിക്ക് വിശ്വാസമാണ്. പക്ഷേ ഈ യമനിൽ നിന്ന് 1800 കിലോമീറ്റർ ആനയും കൊണ്ട് വന്നവനെ സംബന്ധിച്ച് എന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത് ചോദിച്ചു. പിന്നെ നീട്ടിയില്ല സംവാദം. കാരണം എന്നാ, ഇങ്ങനെ കുറേ കഥകളല്ലേ. ആ പോട്ടെ, ഇവിടെങ്ങും പറ്റിയ മൃഗമല്ലേ ആന? ആണോ? അല്ല. അത് തന്നെ പഠിക്കാനുണ്ട്. ഈ ആന മാംസപ്പുക്കാരന് നമ്മുടെ അവസ്ഥ എന്ത് വരുന്നത് ആലോചിച്ചിട്ടുണ്ടോ? ആ ഇലയൊക്കെ തിന്ന് നമ്മുടെ ഒരു ഭാഗ്യം അല്ലേ? ആ കാരണം എന്തുവാ, ഇത് വല്ലാതെ ഫുഡ് എടുക്കുന്ന സംഗതിയാണ്. അതാ ഇല തിന്നാൻ വേണ്ടി ദൈവം വിധിച്ചത്. ദിനോസറുമൊക്കെ ഇലയൊക്കെയാണ് തിന്നല്ലേ? അങ്ങനെ കേൾക്കുന്നത്. നമ്മളെ അത് തിന്നിരുന്നെങ്കിലോ വലിയ പാടാ, മനുഷ്യരാശി ഉണ്ടാവില്ല. അപ്പോൾ ഈ ആനകളെ കൊണ്ടുവന്ന് ഇരുമ്പ് കലപ്പകൾ കൊണ്ട് കല്ലുകൾ ഓരോന്ന് പിഴുതുമാറ്റി സ്വർണ്ണക്കട്ടി തേടുക. ദൈവത്തിൻ്റെ ശക്തി ഓർത്തോ. ഈ ദേവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകരും. അങ്ങനെ AD 70 ജെറുസലേം ദേവാലയം തകർന്നു. ജൂതന്മാരാരും പിന്നെ ജെറുസലേമിലില്ല. ജൂതന്മാരില്ലാത്തൊരു ജെറുസലേം. അവിടെ എല്ലാം ടൈറ്റസ് പിടിച്ചു. അവിടെ നിന്ന് ഒരു 50 വർഷം കൂടി കഴിഞ്ഞു. AD 123. അന്ന് രാജ്യം ഭരിക്കുന്ന ചക്രവർത്തിയുടെ പേര് ഹദ്രിയൻ എന്നായിരുന്നു. ഹദ്രിയൻ ഒരു ഉത്തരവിട്ടു. യെറുസലേമിലെന്നല്ല, പാലസ്തീനിയയിലെങ്ങും ഒറ്റ യഹൂദനെ കാണരുത്. വൈപ്പ് ഔട്ട് ചെയ്ത് കഴിഞ്ഞു, തുടച്ചു നീക്കി, പുറത്ത് പോകാൻ പറഞ്ഞു, ചാടിച്ചളഞ്ഞു. അങ്ങനെ AD 123 ആകുമ്പോഴേക്കും യഹൂദനില്ലാത്തൊരു ഇസ്രയേൽ രൂപപ്പെട്ടു. സകല വഴിക്കും തിരിഞ്ഞു. നാടിൻ്റെ പല വഴിക്കങ്ങ് തിരിഞ്ഞു. ഇങ്ങനെ ചിതറിപ്പോയ ജൂതന്മാർ നല്ല മിടുക്കന്മാരായിരുന്നു. അല്ലെങ്കിൽ തന്നെ നല്ല ബുദ്ധിശക്തി, ചിന്താശേഷി, ആരോഗ്യം, സൗന്ദര്യം, സകല നിലകളിലും നല്ല ശക്തന്മാർ. സമ്പത്തുണ്ടാക്കി പെട്ടെന്ന്. നോക്കി നിൽക്ക ജൂതന്മാർ സമ്പന്നരാകും. എങ്ങനെ ജൂതന്മാർ നോക്കി നിൽക്കുക സമ്പന്നരാകുമെന്ന് അറിയണ്ടേ? അതിൻ്റെ പരിപാടിയുണ്ട്. നമ്മുടെ ഒക്കെ കയ്യിലിരിക്കുന്ന പണം അവർ വാങ്ങും, നമുക്കൊരു പലിശ തരും. ഇത് മറ്റൊരിടത്ത് കൊടുക്കും. ഒറ്റക്കറിഞ്ഞാൽ ബാങ്കിങ്. ഈ ബാങ്കിങ് എന്ന ആശയം ലോകത്തിന് കൊണ്ടുവരുന്നവരാ ജൂതന്മാരാ. സാമ്പത്തിക ശാസ്ത്രമുണ്ടല്ലോ, എക്കണോമിക്സ്, അതിൻ്റെ ഫാദർ ഓഫ് എക്കണോമിക്സ് ആരാ? ആഡം സ്മിത്താണ്. അതൊരു ജൂതനാണ്. മൂലധനം ഈ ആശയത്തിൻ്റെ അല്ലെങ്കിൽ മാർക്സിസത്തിൻ്റെ ഉപജ്ഞാതാവായ മാർക്സ് ഒരു യഹൂദനാണ്. കീബോർഡ് വായിക്കുന്നവരാ ഈ മോനല്ലേ? മോനെ ബീഥോവൻ ഒരു യഹൂദനാണ്. ബീഥോവൻ. മോസാർട്ട് ഒരു യഹൂദനാണ്. പിന്നെ മൈക്കൽ ഫാരഡേ ഒരു യഹൂദനാണ്. മറ്റേ സിഗ്മണ്ട് ഫ്രോയിഡ് ഒരു യഹൂദനാണ്. പിന്നെ മാഡം ക്യൂറി, പിയറി ക്യൂറി, രണ്ടുപേരും ജൂതന്മാരാണ്. ഗ്രിഗർ മെൻഡൽ ജൂതനാണ്.
ശാസ്ത്രമെടുത്താൽ, സാഹിത്യമെടുത്താൽ, ലോകത്ത് മനുഷ്യരാശിയെ ആധുനികവൽക്കരിച്ച സകല ചിന്തയുടെയും പ്രഭവ കേന്ദ്രം ഒന്നുകിൽ ജൂതൻ അല്ലെങ്കിൽ ക്രിസ്ത്യാനി. നമ്മളാണെന്ന് ലോകത്തെ മാറ്റിയേ. ഹല്ലേലൂയ. അതിലേറ്റവും ശക്തമായി ജൂതനെ ഉപദ്രവിച്ച 2 രാജ്യങ്ങളുണ്ടായിരുന്നു. ഒന്ന് ജർമ്മനി, ഹിറ്റ്ലർ. 2 ഇറ്റലി, ബെനിറ്റോ മുസോളിനിയുടെ ഇറ്റലി. ജൂതനോട് കനത്ത വിരോധം. അവർ വലിയ ടോർച്ചർ ചെയ്യാൻ തുടങ്ങി. ജൂതനെ പീഡിപ്പിച്ച രീതികൾ ഭീകരമായിരുന്നു. ജൂത വിദ്യാർത്ഥികൾ, ജൂത സമൂഹത്തെ ക്രൈസ്തവരും പീഡിപ്പിച്ചു, കാത്തലിക്സ് പീഡിപ്പിച്ചു, പ്രൊട്ടസ്റ്റന്റുകൾ പീഡിപ്പിച്ചു. ജൂതനെ സർച്ചക്രവർത്തിമാർ റഷ്യയിൽ പീഡിപ്പിച്ചു. ഇതൊക്കെ പറയുമ്പോഴും യഹൂദനെ ഉപദ്രവിക്കാത്ത, അവന് വേണ്ട പരീക്ഷ കൊടുത്തൊരു രാജ്യം അമേരിക്ക. അവനെ സപ്പോർട്ട് ചെയ്ത മറ്റൊരു പ്രധാനപ്പെട്ട നാടാണ് നമ്മുടെ ഇന്ത്യ. നിങ്ങളിപ്പോൾ ഇസ്രായേലിലൊക്കെ ചെന്നിട്ട് ഇന്ത്യ എന്നാന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ഒരു സ്നേഹവും ബഹുമാനവും ഒക്കെയാണ്. നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്തെന്നറിയാം. അത്ര സ്നേഹവും ആദരവും ഒക്കെ കാണിക്കും. ഒരു വിട്ടുവീഴ്ച അവർക്കുണ്ട്. ലോകം മുഴുവൻ ചെതറിയ ജൂതനെ കൈക്കൊണ്ടു നാട്ടിൽ. ബാക്കി പോയിടത്തെല്ലാം പീഡിപ്പിച്ചു. പീഡയുടെ ആധിക്യം കൊണ്ട് തകർന്നു തുടങ്ങിയ ജൂതന്മാർ, ഒറ്റപ്പെടുത്തപ്പെട്ട ജൂതന്മാർ, അവരുടെ കുട്ടികൾ കലാലയത്തിൽ ചേർന്നാൽ 1ാം സ്ഥാനം നേടിയാൽ പോലും അത് കൊടുക്കൂല. പറയും നിങ്ങൾ കോപ്പി അടിക്കും. കാരണം ബിക്കോസ് യു ആർ ജൂ. യേശുവിനെ ക്രൂശിച്ച ഇനമല്ലേ, അവനെ അവിടെ ഇരുത്തിക്കും. ശാപം എന്നും കേൾക്കുന്നത്. ഒരു വാഹനത്തിൽ യാത്ര ചെയ്താൽ തദ്ദേശീയരായ അവസാനത്തെ ആളും കയറിക്കഴിഞ്ഞ് ജൂതന് പറ്റും. സീറ്റിൽ നിന്ന് ഒഴിഞ്ഞു കൊടുക്കണം. ആ നാട്ടുകാർ വന്ന ഇരട്ടിക്കൂലി. അവന് ക്യൂ ഒന്നുമില്ല. നമ്മൾ ക്യൂ നിന്നൊന്നും മൈൻഡ് ചെയ്യത്തില്ല. അവൻ വന്ന് നാട്ടുകാരൻ കയറി നിൽക്കും. ജൂതന് പരിഗണനയില്ല. ഒരു ഘട്ടം ഇത് കഴിഞ്ഞപ്പോൾ ചെറിയ കുറ്റങ്ങൾക്ക് പോലും ഗുരുതര ശിക്ഷ. ഇല്ലാത്ത കേസുകൾ ചുമത്തി ജൂതനെ കൊല്ലാനും പീഡിപ്പിക്കാനും തുടങ്ങി. അടുത്ത ഘട്ടം അങ്ങോട്ട് കഴിയുമ്പോൾ ജൂത കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ച രീതി ഭീകരമായിരുന്നു. ഏതെങ്കിലും നിസ്സാര രോഗത്തിന് ഹോസ്പിറ്റലിൽ ചെല്ലുന്ന കുഞ്ഞുങ്ങളെ മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് വാങ്ങി നേരെ അടച്ചുറപ്പുള്ള മുറിയിലേക്ക് കൊണ്ടുപോയി കൈയും കാലുമൊക്കെ ബെൽറ്റിട്ട് ബന്ധിക്കും. ഇതോട് ചേർത്ത് മാരക രോഗങ്ങളുടെ അണുക്കൾ, പ്ലേഗിൻ്റെയും ക്യാൻസറിൻ്റെയൊക്കെ അണുക്കളെ കുത്തിവെച്ചവനെ രോഗിയാക്കും. അതിനകം ഈ ശരീരം കീറി മുറിച്ച് പഠിക്കുക ജീവനോടെ. ഇത്ര ഭീകരന്മാരായിരുന്നു ജർമ്മനിയിലുള്ളവർ. സ്ത്രീകളെയും മറ്റും ഉപദ്രവിച്ച രീതികൾ പലതും ഒരു പൊതുജന സമക്ഷം പറഞ്ഞുകൂടാ. ചിലത് ഞാൻ പറയാം. ഗർഭവതികളായ സ്ത്രീകളുടെ വയർ പിളർന്ന് ഗർഭസ്ഥ ശിശുവിനെ പുറത്തെടുത്ത് അത് ഉടച്ച് പരുവപ്പെടുത്തി സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉണ്ടാക്കി യൂറോപ്പിൻ്റെ വിപണിയിൽ വിറ്റു ഹിറ്റ്ലർ. അവിടെ വലിയ ടോർച്ചർ ചെയ്യാൻ ചില സെൻറ്റേഴ്സ് ഉണ്ടായിരുന്നു, ക്യാമ്പുകൾ, ഡെത്ത് ക്യാമ്പ് എന്നറിയപ്പെടും. വലിയ ഒരു തിയേറ്ററിനുള്ളിലേക്ക് 1000 പേർക്ക് ഇരിക്കാവുന്ന ഇടത്തേക്ക് 10,000-10,000 പേരെ തിക്കി തിരക്കി ഞെരുക്കി കയറ്റും. എല്ലാ കഥകളും അടച്ചിട്ട് ഒരു സുഷിരം മാത്രം തുറന്നിട്ട് അതിലൂടെ നീല നിറമുള്ള ഒരുതരം ഗുളികകൾ പുറത്തേക്കിട്ടു. ഈ ഗുളികകൾ നിമിഷ നേരം കൊണ്ട് അന്തരീക്ഷത്തിൽ ലയിച്ചു ചേർന്നിട്ട് അവിടെയെല്ലാം ഒരു നേരിയ ചന്ദനത്തിരിയുടെ പുക പോലെ പുക പ്രത്യക്ഷമാകും. ഇത് ശ്വസിക്കുന്ന മനുഷ്യൻ നോക്കി നിൽക്കെ ആന്തരിക അവയവങ്ങൾ ദ്രവിച്ചു പഴുത്ത് ഛർദ്ദിച്ച് മരിക്കും. മരിക്കുന്നവൻ്റെ അവസ്ഥ വീഴാനിടയില്ല, നിന്ന് ചാകുകയാണ്. അപ്പുറത്തൊരാൾ നിൽക്കുക. ഇങ്ങനെ ചത്തവൻ്റെ ശരീരം തീവണ്ടി വാഗണുകൾക്കുള്ളിലേക്ക് കയറ്റി. സന്തോഷ് ജോർജ് കുളങ്ങരയുടെ സഞ്ചാരം അതൊക്കെ കണ്ടാൽ മനസ്സിലാവും. ദൂരെ കത്തിക്കുന്ന ചൂളയുണ്ട്. ആ ചൂളയിൽ കത്തിച്ച് അതിൽ നിന്ന് പുറത്തു വരുന്ന കൊഴുപ്പ് ശേഖരിച്ച് സോപ്പുണ്ടാക്കുക. അതിനു മുമ്പ് ചില പ്രക്രിയകളുണ്ട്. നമ്മുടെ ശരീരത്ത് നിന്ന് സൂട്ടും കോട്ടുമൊക്കെ ഊരി മാറ്റും.
ഇവ വീണ്ടും സോർട്ട് ചെയ്യും. മോതിരം അഴിച്ചു മാറ്റും, മാല എടുത്തു മാറ്റും, വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ മാറ്റി നഗ്നരാക്കി ഇങ്ങനെ കടത്തി വിടുക. ഇതൊക്കെ വീണ്ടും വിപണിയിലെത്തിച്ച് വിൽക്കും. ഇങ്ങനെ കൊന്നൊടുക്കിയ മനുഷ്യരുടെ കണക്ക് കേൾക്കണം. 1,10,00,000 പേരെ ഹിറ്റ്ലർ ജീവകാലത്ത് കൊന്നു. അതിൽ 60 ലക്ഷം 60 ലാക്കാണ് നമ്പീസ് യഹൂദന്മാരുടെ കണക്ക്. 60 ലക്ഷം പേരെ കൊന്നു. ഇങ്ങനെ പീഡിപ്പിക്കപ്പെട്ട ജൂതന്മാർ ആകെ ദുഃഖിതരായി വിയന്നയിൽ ചേർന്ന ഒരു സമ്മേളനത്തിൽ ഈ പരിഭവം പങ്കിടവേ അവർ പറഞ്ഞു, നമ്മൾ ചെല്ലുന്നിടത്തെല്ലാം ആക്രമിക്കാം. നമ്മളെ ഒരു വഴിയുള്ളൂ, നമുക്ക് സ്വന്തമായി ജീവിക്കാൻ ഒരു സ്ഥലം വേണം. എത്രയോ സ്ഥലം ലോകത്ത് കിടക്കുക, നമുക്കാരെങ്കിലും ഒരു ജില്ല പതിച്ചു തരുമെങ്കിൽ വില കൊടുക്കാം. നല്ല ക്യാഷുണ്ട്. കാരണം അമേരിക്കയിലൊക്കെ ഉള്ള ജൂതന്മാർ കോടീശ്വരന്മാരായി, UK ഉള്ള പണം കൊടുത്തൊരു ജില്ല പോയിട്ടൊരു പഞ്ചായത്ത് വാർഡ് പോലും കൊടുക്കില്ല. ലോകരാഷ്ട്രങ്ങൾ നിലപാടെടുത്തപ്പോൾ അവർക്കൊരു ചിന്ത, അങ്ങനെയെങ്കിൽ വർഷങ്ങൾക്കപ്പുറത്ത് ഞങ്ങളെ പറഞ്ഞ് പുറത്താക്കിയ പഴയ പാലസ്തീൻ തിരിച്ചു കിട്ടണം. അന്ന് പാലസ്തീൻ തുർക്കികളുടെ കയ്യിലാണ്. തുർക്കി സുൽത്താനെ കണ്ടു, ആവശ്യം അവർ പറഞ്ഞു. വിശാലമായ തുർക്കി സാമ്രാജ്യത്തിൻ്റെ അകത്ത് ഒരു 120 മൈൽ ചുറ്റളവ് വരുന്ന പാലസ്തീൻ എന്ന് നിങ്ങൾ വിളിക്കുന്ന ആ ഭൂമി ഞങ്ങൾക്ക് താ, വെറുതെ വേണ്ട, പണം തരാം. ഹുസൈൻ എന്നാണ് സുൽത്താൻ്റെ പേര്. ഹുസൈൻ പറഞ്ഞു, പണമൊന്നും വേണ്ട, സൗജന്യം തരും. പക്ഷെ ഒരു കാര്യം, നിങ്ങൾ ഒലിവുമല കണ്ടിട്ടുണ്ടോ? ഒലിവുമലയിൽ നിന്ന് വടക്കോട്ട് നോക്കുമ്പോൾ ഗലീലിയ തടാകം കണ്ടിട്ടുണ്ടോ? ഉണ്ട്. ആ തടാകം ലോപിച്ചൊഴുകുന്ന യോർദാൻ നദി കണ്ടിട്ടുണ്ടോ? ഉണ്ട്. അപ്പോൾ യോർദാൻ നദി എന്ന് പറഞ്ഞാൽ ഗലീലക്കടലിലെ വെള്ളമാണ്. ഈ വെള്ളം എന്നെങ്കിലും ഒരിക്കൽ ഒഴുകി ഒലിവുമലയുടെ മീതെ കയറുന്നൊരു കാലം വന്നാൽ അന്ന് തരാം. എന്താ മനസ്സിലായി? 10-800 അടിയുണ്ട്. ഇതിൻ്റെ മുകളിൽ ഈ വെള്ളം കയറുന്നൊരു കാലം വരുമ്പോൾ തരാം. അങ്ങനെ കയറുമോ? നടക്കുമോ? നമ്മളാണെങ്കിൽ പിന്നെ അവിടെ തല ചൊറിഞ്ഞിരിക്കും. അച്ഛാ അത് എന്നായിരിക്കും? ഒന്ന് കുറിച്ചിടാനാ ഡയറിയിൽ. ഇവർ തിരിച്ചു നടന്നു, നടക്കയില്ലെന്ന് മനസ്സിലായി. ആ കൂടെ ഊർജ്ജസ്വലനായൊരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു, BSc-കാരനാണ്. അവൻ തിരിച്ചു നിന്നിട്ട് പറഞ്ഞു, പ്രഭോ, അങ്ങനെ ഞങ്ങളെ കളിയാക്കി പരിഹസിക്കുക, പക്ഷെ ഞങ്ങളുടെ ആവശ്യകതയുമായി തുലനം ചെയ്യുമ്പോൾ അങ്ങനെയും സംഭവിക്കുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നത്. അന്ന് അങ്ങ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ വാക്ക് പാലിക്കാൻ മറക്കണ്ട, പോവാം. പോന്നു. ആ ഘട്ടത്തിൽ ആ ലോകയുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരുന്ന് ബ്രിട്ടൻ, അമേരിക്ക, റഷ്യയെല്ലാം ഒരു ചേരിയ, ഈ അറബ് രാജ്യങ്ങളെല്ലാം ഒറ്റച്ചേരിയ ബ്രിട്ടൻ്റെ കൂടെ. മറുവശത്ത് ആരൊക്കെ ഉണ്ടെന്ന് അറിയണ്ടേ? ഇറ്റലി, ജർമ്മനി, ഫ്രാൻസും ഒക്കെ ഒരു ചേരി. യുദ്ധത്തിൻ്റെ ആദ്യഘട്ടമൊക്കെ ബ്രിട്ടന് മേൽക്കോയ്മയുണ്ടെങ്കിലും അല്പം കഴിഞ്ഞ് ബ്രിട്ടൻ തോൽവി മണത്തു തുടങ്ങി. അതുപോലെ ജർമ്മനിയുടെ അടി, ഇറ്റലിയുടെ പിന്തുണ, അടിച്ച് തകർത്ത് കയറി വരുമ്പോൾ പരാജയത്തിൻ്റെ വക്കിലെത്തിയ ബ്രിട്ടൻ എങ്ങനെ രക്ഷപ്പെടുമെന്നറിയാതിരിക്കെ മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസർ ചെയിം വെയ്സ്മാൻ അദ്ദേഹത്തെ കണ്ടു. വെയ്സ്മാനെ കണ്ടിട്ട് ഈ അവസ്ഥ പറഞ്ഞു, പേടിക്കണ്ട, തണുപ്പ് വർഷിക്കുന്ന ഈ ഘട്ടത്തിൽ, വല്ലാതെ ശീതം തുടരുന്ന ഘട്ടത്തിൽ നിങ്ങളുടെ പക്കലിരിക്കുന്ന സ്വാഭാവിക വെടിമരുന്നിന് വിസ്ഫോടന ശേഷി കിട്ടില്ല, തണുത്തുപോയി. അതാ പടയാളികൾ ക്ഷീണിക്കുന്നതും യുദ്ധത്തിൽ വിജയിക്കാനാവാത്തതും ഒക്കെ ഇതാ പ്രശ്നം. പേടിക്കണ്ട, ഏത് കനത്ത തണുപ്പിലും വിസ്ഫോടനം സൃഷ്ടിച്ച്
നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് തരാൻ പാകത്തിനുള്ള ഒരായുധം ഞങ്ങളുടെ പക്കൽ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് കൊണ്ടുവന്ന ഐസ് പെട്ടികളുടെ ശേഖരമാണ്. ഇന്നലെ ഞാൻ പ്രസംഗിച്ചപ്പോൾ ഈ കാര്യം സൂചിപ്പിച്ചിരുന്നു. യോബിൻ്റെ പുസ്തകം പ്രസംഗിച്ചേ. ബേസ്മാൻ ഇത്തരമൊരു ചിന്ത രൂപപ്പെടുന്നത് എവിടെയെന്നറിയണ്ടേ? മനുഷ്യപുത്ര, നീ കന്മഴയുടെ ഭണ്ഡാരം കണ്ടിട്ടുണ്ടോ? ജോബിൻ്റെ പുസ്തകത്തിൽ കന്മഴ, മേഘത്തിൻ്റെ കൂട്, ഞാനവയെ പോരും പടയുമുള്ള നാളിലേക്ക് സംഗ്രഹിച്ചു വച്ചിരിക്കുന്നു. അങ്ങനെ ഈ സ്ഫോടക വസ്തു കൊടുത്തു. യുദ്ധം ബ്രിട്ടൻ അനായാസന ജയിച്ചു. ബ്രെയിൻ ജൂതിൻ്റെ ആയിരുന്നു. പകരം എന്തു വേണം? പകരം ക്യാഷൊന്നും വേണ്ട. പാലസ്തീനിയ തിരിച്ചു തരണം, ഞങ്ങൾക്ക് തരണം. ബ്രിട്ടൻ സമ്മതിച്ചാൽ യുദ്ധം തുടങ്ങുന്നത്. ഈ പാലസ്തീൻ പിടിക്കാൻ ബ്രിട്ടൻ അയച്ച ഒരു സേനാനായകനുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ബ്രിട്ടീഷ് ജനറൽ അല്ലൻബി ഇവിടെ വന്നു. യോർദാന് കുറുകെ കടക്കാൻ അദ്ദേഹം ഒരു പാലമുണ്ടാക്കി. താൽക്കാലിക പാലമുണ്ടല്ലോ സൈനികരുടെ. ഇതുവഴി ബെയിലിപ്പാലം, ഈ ട്രക്കുമൊക്കെ ഓടിച്ച് അവിടെ ചെന്ന് ഒലിവുമലയുടെ മുകളിൽ കയറി. അവിടെ തന്ത്രപ്രധാനമാണ്, നമ്മുടെ കാർഗിൽ പോലെ. ഇങ്ങനെ കാണാം. നെബൂഖദ്നേസറുമൊക്കെ വന്ന് ഇവിടെ പിടിക്കാൻ കാരണം ഒലിവുമലയാണ്. തന്ത്രപ്രധാനമായി സ്ഥലം. യുദ്ധത്തിൽ ഭൂമിശാസ്ത്രപരമായ മുൻതൂക്കം കിട്ടുന്ന സ്ഥലമാണ്. ഇതിനെ അലക്സാണ്ടറും ഒക്കെ ഈ സ്ഥലം നോക്കിയാൽ വന്നേ. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ നീളത്തിൽ കിടക്കുകയാണ് ഈ ഭൂപ്രദേശം മുഴുവൻ. തൊട്ട് താഴേക്ക് നോക്കിയപ്പോൾ ഒരു കാഴ്ച ഉണ്ട്. തകർന്നടിഞ്ഞ് കിടക്കുന്ന യെരുശലേം ദേവാലയത്തിൻ്റെ അവശിഷ്ടങ്ങൾ, പീലാത്തോസിൻ്റെ കൊത്തളത്തിൻ്റെ അവശേഷിപ്പുകൾ, യെരുശലേമിൻ്റെ മതിൽക്കെട്ടുകളുടെ അവശേഷിപ്പുകൾ, ഇതെല്ലാം കണ്ടു നിൽക്കെ ബൈബിള് വായിച്ചെന്നും ശീലിച്ചു പോന്ന ഈ ക്രിസ്ത്യവിശ്വാസിയായ അല്ലൻബിക്കൊരു മടി യുദ്ധം ചെയ്യാൻ പറ്റണില്ല. ഇവിടെ കൊന്ന് ചോര ചൊരിയാനൊരു മടി. അല്ലൻബി കൺട്രോൾ റൂമിലേക്കൊരു മെസ്സേജ് വിട്ടു, എന്നെ ഒന്ന് മാറ്റണം, എന്നെ ഒന്ന് റീപ്ലേസ് ചെയ്തവൻ ആരെയിലേക്ക്. യുദ്ധമുഖത്ത് അങ്ങനെ പതറിയ രക്ഷയൊന്നുമില്ല. അതാ മിലിറ്ററിയുടെ നിയമമാണ് അല്ലേ? അവിടുന്ന് മറുപടി നോ, സാധ്യമല്ല, നീ തന്നെ ചെയ്യണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത മറുപടി, എൻ്റെ മഹാരാജാവ് നടന്നുപോയ നഗരത്തിന് നേരെ ചോര ചൊരിയാൻ പറ്റുന്നില്ല, പക്ഷെ ഞാൻ ചോര ചൊരി അത് ഒഴിപ്പിക്കാം, എനിക്ക് കൂടുതൽ സമയം താ. കൺട്രോൾ റൂമിലെ മറുപടി, നിങ്ങളൊരു പ്രാർത്ഥന മനുഷ്യനാണെന്ന് എനിക്കറിയാം അല്ലൻബി, സമയം അനുവദിച്ചിരിക്കുന്നു, തുടങ്ങട്ടെ. അല്ലൻബിയും സേനയുമല്ല ഇതിൻ്റെ മുകളിൽ വന്ന് ഈ ടെൻറ്റുകൾ സജ്ജീകരിച്ച്, പട്ടാളത്തിൻ്റെ ബാരാക്കുകൾ സജ്ജീകരിച്ച്, ഒരു വലിയ ദളം തന്നെ അവിടെ അങ്ങനെ ക്യാമ്പ് ചെയ്യാം. ദൈനംദിന ആവശ്യത്തിന് വെള്ളം വേണം. യോർദാനിൽ ജനറേറ്റർ ഉപയോഗിച്ച് കറണ്ട് ഉൽപ്പാദിപ്പിച്ച് പോളിത്തീൻ ടാങ്കുകളുണ്ട്. അതിലേക്ക് വെള്ളം പല തട്ടുകളിലൂടെ അടിച്ചു കയറ്റി ഒടുവിൽ ഒലിവുമലയുടെ മുകളിൽ ഈ വെള്ളം കയറി. വെള്ളം വീണ്ടും ഒഴുകി. നിറഞ്ഞ വെള്ളം കിദ്രോനിൽ ചെന്ന് ചാടിയെന്നാണ് ഞാൻ ആ തോടിൻ്റെയൊക്കെ തുടക്കത്തിലേ പറഞ്ഞത്. അങ്ങനെ യോർദാനിലെ വെള്ളം എവിടെത്തി? ഒലിവുമലയുടെ മുകളിൽ. വെല്ലുവിളിച്ചവനും ചോദിച്ചവനും ഒന്നും അന്നില്ല. പക്ഷെ വെല്ലുവിളി കേട്ടവൻ അത് നടപ്പിലാക്കി തരുമെങ്കിൽ ഈ യോഗത്തിൽ വന്നിരിക്കുന്ന ദൈവമക്കൾ ഈ വാഗ്ദത്തം മാത്രം ഓർത്താൽ മതി. നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരാലോചന തന്നെങ്കിൽ, ലോകം വെല്ലുവിളിച്ചാൽ ആ വെല്ലുവിളി കണ്ട് തലകുനിക്കേണ്ട, അവരുടെ നടുവിൽ തല ഉയർത്തി ജയിക്കാൻ നമുക്കൊരവസരം ദൈവം വെച്ചിട്ടുണ്ട്. ആ വാഗ്ദത്തങ്ങളിൽ വിശ്വസിച്ച് വേണം ഇന്ന് ഇവിടുന്ന് പോകാൻ. അതിൽ നമ്മെ തടയാൻ ലോകത്തൊരു ശക്തിക്കും സാധിക്കില്ല. ആ വിശ്വാസം വരട്ടെ, ബലം വരട്ടെ ഉള്ളിൽ. ഹല്ലേലൂയ. അല്ലൻബി ഒരു ബൈപ്പോളാർ ഹെലികോപ്റ്റർ അയച്ചു അങ്ങോട്ട്. അതിലൂടെ ലഘുലേഖ താഴേക്കിട്ടു. നല്ല പക്വതയുള്ള വീടുകളാണ്. ശത്രുക്കളെ വിളിച്ച മക്കളെ എന്നാണ്, അറബികളെ. അദ്ദേഹം പറഞ്ഞു, പറന്നു പോകാൻ ശ്രമിക്കരുത്, കണ്ണു വെട്ടിച്ച്, കാരണം ആകാശം ഞാൻ അടച്ചിരിക്കുകയാണ്.
കരമാർഗം ഇഴഞ്ഞു പോലും പോകരുത്, കരയും അങ്ങനെ തന്നെ. കടലെൻ്റെ കൈപ്പിടിയിലാണ്, നീന്തിക്കടക്കാൻ ശ്രമിക്കരുത്, ഒറ്റ വഴി കീഴടങ്ങുക. ഇല്ലെങ്കിൽ വെടിവെക്കും, യുദ്ധം ആരംഭിക്കാൻ പോവാം. ഇങ്ങനെയൊക്കെ പറയേണ്ട ആരും തുടങ്ങുമോ? ഇല്ല, ഇത്ര മര്യാദക്കാരൻ. അപ്പോൾ ഇതെല്ലാം എഴുതിയെങ്കിലും ഒരു കുഴപ്പമുണ്ടായിരുന്നു. ഇവർക്കിത് വായിച്ചിട്ടൊന്നും പിടികിട്ടിയില്ല, ഇംഗ്ലീഷല്ലേ. ഇന്ന് ഇവർക്ക് പിടികിട്ടുന്നില്ല, പിന്നെ അന്ന് പിടികിട്ടുമോ? പക്ഷെ ഒരു കാര്യം അല്ലൻബി താഴെ ചെയ്തു, പേര് മാത്രം അറബിയിൽ എഴുതി, അല്ലൻബി. ഇത് പ്രാകൃതരായ ബെഡൂബിയൻസ് വായിച്ചപ്പോൾ അവർക്ക് തിരിഞ്ഞത് അല്ലാഹ് എഗൈൻസ്റ്റ് യു, അല്ലാഹ് എതിരായി. കണ്ടോ വിദ്യാഭ്യാസത്തിലുള്ള കുഴപ്പം മനസ്സിലായോ? കണ്ടവൻ പ്രചരിപ്പിച്ച് ഭയന്ന് കൈയുയർത്തി. ഈ തക്കം നോക്കി ഒരാളെയും ഉപദ്രവിക്കാതെ രാജ്യം പിടിച്ചു. അലൻബിയുടെ സന്നാഹങ്ങൾ അറിഞ്ഞിട്ട് അമേരിക്ക അയച്ചു കൊടുത്ത സഖ്യസേനയുടെ ഒരു വിമാനം വന്ന് തൽസമയത്ത് ഇങ്ങനെ പറക്കുക, ക്ലോക്ക് വൈസിൽ. റഷ്യയുടെ സഹായക വിമാനവും വന്നു, അത് ആൻറ്റി ക്ലോക്ക് വൈസിൽ പറക്കുക, രണ്ടും തിരിഞ്ഞും മറിഞ്ഞും പറക്കുക. അലൻബിയുടെ ഫ്ലൈറ്റ് ഇങ്ങനെ പറക്കുക. ചുരുക്കി പറഞ്ഞാൽ ഏതാനും നിമിഷങ്ങൾ അന്തരീക്ഷം മുഴുവൻ ഈ ഫ്ലൈറ്റുകളുടെ ശബ്ദം, അന്നത്തെ ഹെലികോപ്റ്ററുകളുടെ ശബ്ദം. അപ്പോഴാ പ്രവാചകൻ പറഞ്ഞ മറ്റൊരു വചനം, അന്നാളിൽ പക്ഷി ചുറ്റിപ്പറന്ന് കാക്കും പോലെ ഞാൻ യെരൂശലേമിനെ കാത്തുകൊള്ളും. അവളെ തൊടുന്നവർക്കൊക്കെ അവൾ ഭാരമുള്ളൊരു കല്ലാകും. ഹല്ലേലൂയ. ഇങ്ങനെയൊക്കെ എഴുതിയ പുസ്തകം കൊണ്ടാണ് നമ്മളിത് എഴുതി നടക്കുന്നത്. ഹല്ലേലൂയ, ആമേൻ. അങ്ങനെ രാജ്യം കിട്ടി. ഇതൊക്കെ വേർതിരിച്ച് യൂതന് കൊടുക്കാൻ ശ്രമിച്ചെങ്കിലും അറബി രാജ്യങ്ങൾ സമ്മതിക്കാതായി. അത് പറ്റിയല്ല. റഷ്യയും എണ്ണയുടെ രാഷ്ട്രീയം അത് വെച്ച് അവരും എതിർത്തു. സാഹിബ് പറഞ്ഞും പോയി, എന്തു ചെയ്യും? അവസാനം സർ ആർതർ ബാൽഫർ എന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഒരു ഉത്തരവിട്ടു. സ്ഥലം തരില്ല, പക്ഷേ നിങ്ങൾക്ക് തിരിച്ചിവിടെ വരാം, അതിനുള്ള പെർമിറ്റ്. ഓരോ രാജ്യങ്ങളിൽ നിന്നും നിങ്ങൾ ജൂതന്മാരാണെന്ന് സ്ഥാപിക്കുന്ന പേപ്പറുമായിട്ട് ഇനി പോരാ, ഇവിടെ വന്ന് താമസിക്കാം, സ്ഥലം വില കൊടുത്ത് വാങ്ങി താമസിച്ചോണം, അതിന് ക്യാഷുണ്ട്. അത്രയ്ക്കെങ്കിൽ അത്രയ്ക്ക്. അങ്ങനെ ജൂതന്മാർ 1914 ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം തിരിച്ച് രാജ്യത്തേക്ക് മടങ്ങി വന്നു. മടങ്ങി വരുമ്പോൾ അടുത്ത വിഷയം, അറബ് രാജ്യങ്ങളല്ലാതെ പറഞ്ഞ് ഇനി ഇവിടെ ഉള്ളവനെ വിടരുത്, കാരണം ഇവർക്ക് പോപ്പുലേഷൻ അവിടെ ചെന്ന് കൂടിക്കഴിഞ്ഞാൽ അത് അവിടുത്തുകാർക്ക് പ്രയാസം, നമ്മുടെ സഹോദരന്മാർക്ക് പ്രശ്നമാണ്, ഇവിടെ കിടന്നവൻ ചാകട്ടെ. അങ്ങനെ ഈജിപ്റ്റ്, അറബ് രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ പലതും ഈ തീരുമാനമെടുത്തപ്പോൾ നമ്മുടെ ഇന്ത്യ പറഞ്ഞു, നിങ്ങൾ പോകണമെന്ന് ഞങ്ങൾക്കില്ല, നിങ്ങൾക്ക് പോയേ പറ്റുമെന്നുണ്ടെങ്കിൽ പോകൂ, എപ്പോഴും ഇവിടെ വരണം, ഇത് നിങ്ങളുടെ ഹോം ലാൻഡാണ്, നമ്മുടെ ബന്ധമെന്ന് നിലനിൽക്കണം. അങ്ങനെ ദുഃഖത്തോടാണ് അവരെ നമ്മൾ ഇങ്ങോട്ട് വിടുന്നത്. അമേരിക്ക എന്താ ചെയ്തിട്ടുണ്ടേ, നിങ്ങൾക്ക് പ്രത്യേകിച്ച് വിസയൊന്നും വേണ്ട, എപ്പോഴും ഇവിടെ വരാം. അത് ഓൺ അറൈവൽ വിസയാണ്. ജൂതന് ഏത് എയർപോർട്ടിൽ ചെന്നാലും അമേരിക്കയിൽ പോകണമെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുത്ത് അടുത്ത സ്റ്റേറ്റിലോട്ട് പോകുന്നു, അടുത്ത ബസ്സിൽ കയറി പോകുന്ന പോലെ അവർക്ക് പോകാം. ജൂയിഷ് പാസ്പോർട്ട് വെച്ച് വരാൻ പോകാം. അപ്പോൾ ഈ രണ്ട് സ്ഥലങ്ങളിലേക്ക് പോയാൽ ജൂതന് തിരിച്ചു ചെല്ലാൻ സംഗതി എളുപ്പം. ബാക്കി രാജ്യങ്ങൾ എളുപ്പമല്ലെന്നല്ല, ചിലർ വിടത്തില്ല. കാര്യം മനസ്സിലായല്ലോ? യെശയ്യാവിൻ്റെ പ്രവചനത്തിൽ ഇപ്പോൾ വായിച്ച ഭാഗത്തെ ഭാഷയുടെ സവിശേഷത നിങ്ങൾ പഠിക്കണം. ഞാൻ നിന്റെ സന്തതി ചിതറിക്കിടക്കുന്ന നിന്നെ കിഴക്ക് നിന്ന് വരുത്തും. ഭാഷ വളരെ സ്മൂത്താ, സോഫ്റ്റാ, വരുത്താൻ എളുപ്പമാണ്. കിഴക്കെന്ന് പറഞ്ഞാൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള കിഴക്കൻ രാജ്യങ്ങളാണ്, അവിടുന്ന് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടില്ലെന്ന് വരുത്തും. വന്നാട്ടെ, ഇത്ര ഉള്ളൂ. പടിഞ്ഞാറ് നിന്ന് ശേഖരിക്കും, അമേരിക്ക നിന്ന് കൊണ്ടുവരാനും എളുപ്പമാണ്. വടക്കേ സ്ഥിതി അതല്ല, ജർമ്മനിയാ, വിടൂല. ദൈവാത്മാവിൻ്റെ ഭാഷ കനത്തു. ഞാൻ വടക്കിനോട് പറയും, തരിക. കണ്ടോ വചനത്തിൻ്റെ ശക്തിയുടെ
ആ ശബ്ദത്തിൻ്റെ ഗ്രാവിറ്റി ശ്രദ്ധിക്കുക. ഞാൻ വടക്കിനോട് പറയും തരിക. ഈജിപ്തും സുഡാനും അറബി രാജ്യങ്ങളും അടക്കമുള്ള തെക്കൻ രാജ്യങ്ങളോട്, ഇസ്രയേൽ നോക്കിയാൽ തെക്കൻ രാജ്യങ്ങളോട് ദൈവത്തിൻ്റെ ഭാഷ കനത്തു. ഞാൻ തെക്കിനോട് പറയും തടുത്തു വെക്കരുത്. ഇങ്ങനെ ശേഖരിച്ച നിഹതന്മാരാണ് ഇന്നൊരു സൈന്യമായി അവിടെ വളർന്നു നിൽക്കുന്നത്, ഒരു സേനയായി അവിടെ വളർന്നു നിൽക്കുന്നതെങ്കിൽ ഈ പുസ്തകം ചെറുതായിരിക്കാം, ഞാൻ നിങ്ങളും കൊണ്ടു നടക്കുമ്പോൾ ഇതിൻ്റെ ഗൗരവം നാട്ടുകാരന് മനസ്സിലാകില്ല എന്ന് വരാം. പക്ഷെ ഒരു ദേശത്തെ മുഴുവൻ ഇങ്ങനെ മാറ്റിമറിച്ച അത്ഭുത സംഭവങ്ങളുടെ പരമ്പരയാ ഈ പുസ്തകം മുഴുവൻ ഇരിക്കുന്നതെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ദൈവഹിതങ്ങളെ, ഇവിടെ ദൈവത്തെ ആരാധിക്കുമ്പോഴും പാടുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഒരു ഭാരവും വേണ്ട. ദൈവം ഈ ദേശത്തെയും മാറ്റും. യഹോവ സ്ഥിതി മാറ്റും. ദൈവമക്കൾ പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ദൈവത്തിന്റെ ജനത്തിന് നേരെ വിടുതലിന്റെ വഴിത്താരകൾ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഈ പുസ്തകം വാഗ്ദത്തങ്ങളുടെ സമാഹാരമാണ്. ഹല്ലേലൂയ. എന്തിനാ കഴിച്ചേ? അന്ന് അവൻ പറഞ്ഞു, നിന്നോടുള്ള സ്നേഹം. അല്ലേ? അങ്ങനെയെങ്കിൽ ഈ ഗ്രന്ഥം നമ്മുടെ അഭിമാനമാണ്, ഇത് നമ്മുടെ ബലമാണ്, ഇത് നമ്മുടെ വിടുതലാണ്. അന്ന് തിരിച്ചു വന്നവർ ഒരു പോയിൻ്റൂടെ 2 മിനിറ്റൂടെ എടുക്കുള്ളൂ. ഈ തിരിച്ചു വന്നിട്ട് പതുക്കെ പതുക്കെ അടുത്തടുത്ത് കിടന്ന പാലസ്തീനികളൊരു സ്ഥലം മേടിച്ചു. ഇത് കൊടുക്കുമോ? ആ കൊടുക്കും. മരുഭൂമിയല്ലേ, ഇവർക്ക് ഇതിൻ്റെ വില അറിയത്തില്ല. വിറ്റ് 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 ഇവന്മാർ പുട്ടടിച്ചു. മലയാളത്തിൽ പറയാ പുട്ടടിക്കുക. അതിൻ്റെ അർത്ഥം എന്താ അറിയാമല്ലോ അല്ലേ? ഫുഡാകുമ്പോൾ ഒരു പെട്ടൊക്കെ അറിയാം. പുട്ടടിക്കുക എന്ന് പറഞ്ഞാലോ. അടിച്ചു തീർത്ത് പാലസ്തീനികൾ. വിദ്യാഭ്യാസമില്ല, അറിവില്ല. അങ്ങനെ വരാനുള്ളവരെ കയറി വരാൻ ഇവരെ പണവും കൊടുത്തു. അങ്ങനെ ജൂതന്മാർ ആളുകളെ കൊണ്ടുവന്നു. എന്നിട്ടടുത്തത് 3 കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്ന അമ്മമാർക്ക് അതിൽ കൂടുതലായാൽ അവാർഡ് കൂടുതൽ. നമുക്ക് മാത്രമേ അറിയില്ല മക്കളുണ്ടാകുന്നൊരു അനുഗ്രഹം കേട്ടോ. സ്തോത്രം. നമുക്കൊന്നും കുട്ടികളില്ല, കുറവാണ്. നമുക്ക് നാട്ടിൽ പോപ്പുലേഷൻ കുറഞ്ഞു. വെറുതെ വീടും വെച്ചിട്ടിരിക്കുക. കുഞ്ഞുങ്ങളുണ്ടാകണം. മനസ്സിലായോ? ദാരിദ്ര്യമുള്ള കാലത്ത് നമ്മൾ 5-8 മക്കളായിരുന്നു. ഇന്ന് അതൊക്കെ മാറ്റിയപ്പം മക്കളില്ലെന്ന്. കല്യാണമൊക്കെ കഴിപ്പിക്കുമ്പോൾ പാസ്റ്റർമാരിത് പറയണം, തലമുറ വേണം, കുഞ്ഞുങ്ങൾ വേണം. വേണ്ടേ? പണ്ടെന്തോ ഒരു കുറഞ്ഞ കാര്യം പോലെ. പക്ഷെ ഇന്നും രാജ്യത്തിന് മനസ്സിലായി ഇതൊക്കെ എന്താ റിസോഴ്സസ് ആണ് മക്കൾ. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോഴേ ഞങ്ങൾ 5 പേരാണ്. എൻ്റെയൊക്കെ സന്തോഷം ഞങ്ങൾ ഈ 5 പേരും ഞങ്ങളുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ഒന്ന് കൂടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇവിടെ എൻ്റെ പെങ്ങന്മാരുടെ പിള്ളേരൊക്കെ ഉണ്ട്. ഇവിടെ വിളിക്കാറില്ല ആരെയും അങ്ങോട്ടൊന്നും. ഇവിടെയൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ എന്തിനീ പറഞ്ഞു വന്നേ? ഇവിടേക്ക് ആയിരിക്കും ചിലപ്പോൾ കൂടുന്നേ. പറഞ്ഞു വന്നത് അതൊരു സന്തോഷമാണ്. ജൂതന്മാരുടെ അംഗസംഖ്യ പെരുകി. അപ്പോൾ പാലസ്തീനികൾ പ്രശ്നമായപ്പോൾ അവർ ബ്രിട്ടൻ ഇടപെട്ട് പണി ചെയ്തു. ഒരു കാര്യം ചെയ്യും, യോർദാൻ നദി അക്കരെ പാലസ്തീൻ, ഇക്കരെ ജൂതന്മാർ. സമ്മതിച്ചോ? ഇവർ സമ്മതിച്ചോ? എന്ന് ഈ അറബി രാജ്യങ്ങൾ പറഞ്ഞു അത് വേണ്ട, നിങ്ങളുടെ സ്ഥലമാണ്, ജൂതം വേണേ പൊക്കോട്ടെ. അറാബാത്തിനെ പോലുള്ളവർ ഖത്തറിലൊക്കെ പോയി പിരിച്ച് കാശുണ്ടാക്കി അമ്മാരി മക്കളെ ഇംഗ്ലണ്ടിൽ വിട്ടാണ് പഠിപ്പിക്കുന്നത്. കോടീശ്വരന്മാരായി ഇവരെ പേര് വെച്ച്. ഇവർക്ക് സ്കൂളില്ല, വിദ്യാഭ്യാസമില്ല, പട്ടിണിയാണ്. ഇവിടെ ഈ മിസൈൽ അയക്കുന്ന പൈസ വരെ ഇവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് മേടിച്ച് കൊടുക്കാൻ ആഹാരം ഇല്ലാത്തവന്. ഇതിൻ്റെ വില എന്താണെന്ന് ഓർത്തേക്കുന്നല്ലേ? ഇത് വെച്ചാൽ അടിക്കുന്നേ. കോടികൾ പിരിച്ചിൻ്റെ നേതാക്കന്മാർ. ഇവർക്ക് ഈ യോർദാൻ അക്കരെയുള്ള സ്ഥലം വേണ്ട. യഹൂദന് കൊടുത്താൽ അതൊരു മോശമെന്ന് കരുതി ബ്രിട്ടനൊരു പണി ചെയ്തു. വെറുതെ കിടന്ന രാജ്യം ചോദിക്കാതൊരു പാർട്ടിക്ക് കൊടുത്തു. മെക്കപ്പള്ളിയിൽ സല ചെയ്യുന്ന ബാങ്ക് വിളിക്കുന്ന ഒരു കുടുംബം ഉണ്ടായിരുന്നു. ആ കുടുംബത്തെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളിതെടുത്തോളാൻ. ചോദിക്കാതെ കിട്ടിയ അതാ ഒരു രാജ്യമായത്. ഇപ്പം കിട്ടിയോ? ഹാഷിമികൾ. അതാണ് ഹാഷിമൈറ്റ് കിങ്ഡം ഓഫ് അമാൻ എന്നാണ് എൻ്റെ പേര്. നിങ്ങൾ വല്ലതും പഠിച്ചു വെച്ചിരിക്കുന്ന ജനുസ് അല്ല ഇത് കേട്ടോ. അബ്രാമിക് സ്റ്റോക്ക് അല്ല. എന്താണെന്നറിയണ്ടേ? അമാൻ എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? അല്ല, കക്ഷി ആരാന്നറിയോ? നമ്മുടെ അമോന്യരുടെ അപ്പനാരാന്ന് ഓർക്കാൻ എളുപ്പമുണ്ട്. അപ്പനും വല്യപ്പനും ഒരാളാണ്. മനസ്സിലായോ? ഭാഷക്ക് മനസ്സിലായോ? അപ്പനും വല്യപ്പനും ഒരാളാണ്. അത് മനസ്സിലാക്കാതിരിക്കുക നല്ലത്. പോട്ടെ, ഇതൊന്നും സംശയമായിട്ട് ഇങ്ങോട്ട് എഴുതിയും വിടണ്ട. ഒരു കാര്യം മനസ്സിലായില്ലെന്ന് പറഞ്ഞു. കണ്ടോ? യാതൊരു മൊറാലിറ്റി ഇല്ലാത്ത, അത് തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന പല കാര്യം. നമ്മളൊക്കെ വന്ന ശേഷം ഇവനും വിളിവുണ്ടായത്, ബോധം ഉണ്ടായത്. പിടിയോ?
സംഗതി മനസ്സിലായി. ലോത്തിൻ്റെ കൊച്ചുമക്കളാണ് ഈ കക്ഷികളല്ല. ചുരുക്കി പറഞ്ഞാൽ ആ രാജ്യം അവിടെ കിടക്കുക. പക്ഷേ ഇസ്രായേൽ എന്താ ഇപ്പോൾ ചെയ്യുന്നറിയണ്ടേ? അവനൊരു വിസ്തീർണ ദൈവം പറഞ്ഞിട്ടുണ്ടോ വചനത്തിൽ, നിനക്കും നിൻ്റെ ജനതയ്ക്കും മിസ്രൈമിൻ്റെ നദിയായ നൈൽ മുതൽ, നൈലിൻ്റെ തീരം മുതൽ ഇടവരെയാണെന്നറിയണ്ടേ, ഇറാഖിൻ്റെ പാതി യൂഫ്രട്ടീസ് മഹാനദിയുടെ തീരം വരെ ഞാൻ നിനക്കും നിൻ്റെ സന്തതിക്കും തന്നിരിക്കുന്നു. കണ്ടോ ലോകരാഷ്ട്രത്തിൽ ഇനി വരാൻ വരുന്ന മാറ്റം. അപ്പോൾ അവരുടെ ആ റീഗാദറിങ്ങിൻ്റെ ഘട്ടം മനസ്സിലായോ? അതാ പ്രവാചകൻ എഴുതിയത്. ഞാൻ കിഴക്ക് നിന്ന് വരുത്തും, പടിഞ്ഞാറ് നിന്ന് ശേഖരിക്കും, ഞാൻ വടക്കിനോട് പറയും തരിക, തെക്കിനോട് പറയും തടുത്തു വെക്കരുത്. ദൈവം ഇന്ന് പകൽ നമ്മളെ ഈ വചനങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കട്ടെ.